ഹായ്, നമസ്കാരം. നമ്മുടെ PSC 2025 നടത്തിയ കുറച്ച് എക്സാമുകളിലെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? ഇതിൽ ഏകദേശം ഓൺലൈൻ എക്സാമാണ്. ഇത് നമ്മൾ LD ക്ലർക്ക് ഒരു വേരിയസ് തസ്തികയിലേക്ക് നടത്തിയ LD ക്ലർക്ക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ടെസ്റ്റ് നടന്നത് മാർച്ച് 11 നടന്ന എക്സാമാണ്. അപ്പോൾ ഇതിൽ നമുക്ക് വരാൻ പോകുന്ന പോലീസ് ചെയ്യുന്ന ആളുകൾക്കും അതേപോലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, സെക്രട്ടേറിയറ്റ് LGS, അതേപോലെ ഫയർ, എക്സൈസ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ചെയ്യും ഇതിലെ ക്വസ്റ്റ്യൻസ് ഉപകാരപ്പെടും കേട്ടോ. PSC ചോദിച്ച ഏറ്റവും പുതിയ ചോദ്യങ്ങളാണ് ഇത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1929 ലാഹോർ സമ്മേളനവുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? 29 ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ടിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ഒന്ന്, കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ചു. 2, ജവഹർലാൽ നെഹ്റു കോൺഗ്രസിന്റെ അധ്യക്ഷനായി. 3, സിവിൽ നിയമലംഘന സമരം ആരംഭിക്കാൻ തീരുമാനിച്ചു. 4, 1930 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചു. അപ്പൊ 4 പ്രസ്താവനകൾ. ഇതിൽ 29 ലാഹോർ സമ്മേളനവുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാന്ന് കണ്ടെത്തുക. ബന്ധമില്ലാത്ത പ്രസ്താവന ഏതൊക്കെ ഇതിൽ ബന്ധമില്ലാത്ത പ്രസ്താവന? 1, കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ചു. ശരിയല്ലേ? ശരിയാണ്. ജവഹർലാൽ നെഹ്റു കോൺഗ്രസിന്റെ അധ്യക്ഷനായി. ശരിയാണ്. സിവിൽ നിയമലംഘന സമരം ആരംഭിക്കാൻ തീരുമാനിച്ചു. അതും എന്താണ്? ശരിയാണ്. 1930 ജനുവരി 26 കേട്ടോ. ജനുവരി 26 എന്ത് ഇന്ത്യ സ്വാതന്ത്ര്യ ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിക്കുന്നത്. ഓഗസ്റ്റ് 15 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായിട്ട് ആചരിക്കാൻ അന്ന് തീരുമാനിച്ചത്. ഇവിടെ തന്നിരിക്കുന്നത് ഓഗസ്റ്റ് 15 എന്ന ഡേറ്റ് തെറ്റാണ്. ജനുവരി 26. അപ്പൊ ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാ? ഡി അല്ലെ. ഓപ്ഷൻ ഡി 4 മാത്രമാണ് ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന. ഇനി രണ്ടാമത്തെ ചോദ്യം: മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ കുറിച്ചുള്ള താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാന്ന് കണ്ടെത്തുക. 1, 1939 KPCCയുടെ പ്രസിഡന്റ് ആയിരുന്നു. 2, 1930 ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന് കോഴിക്കോട് വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടു. 3, അൽ അമീൻ എന്ന പത്രത്തിന്റെ സ്ഥാപകനായിരുന്നു. 4, ഫോർവേഡ് ബ്ലോക്കിന്റെ കേരള ഘടകം പ്രസിഡന്റ് ആയിരുന്നു. അപ്പോൾ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെയാ ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ? ഓപ്ഷൻ ഡി ആണ്. ഇതൊക്കെ എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. പഠിച്ചു വെച്ചോ. 1939 KPCCയുടെ പ്രസിഡന്റ് ചോദിച്ചാൽ ആരാ? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ്. 1930 ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന് കോഴിക്കോട് വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടു. അൽ അമീൻ എന്ന പത്രത്തിന്റെ സ്ഥാപകനായിരുന്നു. ഫോർവേഡ് ബ്ലോക്കിന്റെ കേരള ഘടകം പ്രസിഡന്റുമായിരുന്നു ആര്? മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്. 1939 KPCC പ്രസിഡന്റ്. 1930 ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന് എവിടെ വെച്ചിട്ട് അറസ്റ്റ് ചെയ്തത്? കോഴിക്കോട് വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടു. അൽ അമീൻ എന്ന പത്രത്തിന്റെ സ്ഥാപകനായിരുന്നു. ഫോർവേഡ് ബ്ലോക്കിന്റെ കേരള ഘടകം പ്രസിഡന്റുമായിരുന്ന വ്യക്തിയാണ് ആര്? മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്. ഇനി മൂന്നാമത്തെ ചോദ്യം: താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏതാണെന്ന് കണ്ടെത്തുക. തന്നിരിക്കുന്നതിൽ തെറ്റായിട്ടുള്ള ജോഡി ഏതാണ്? ഫ്രഞ്ച് വിപ്ലവം, ബാസ്റ്റൈലിന്റെ പതനം അല്ലെങ്കിൽ ബാസ്റ്റൻ ജയിലിന്റെ പതനം. 2, റൂസോ സാമൂഹ്യ കരാറ്. 3, സന്യാസൻ റഷ്യൻ വിപ്ലവം. 4, WTO 1995 സ്ഥാപിച്ചു. ഇതിൽ ഏതോ ഒന്ന് തെറ്റുണ്ട്. അതേതാന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് അല്ലേ. ബാസ്റ്റിൻ ജയിലിന്റെ പതനം ഏത് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാ? ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് തന്നെ ബന്ധപ്പെട്ടതാണ്. ശരിയാണ്. സാമൂഹ്യ കരാറ് അല്ലെങ്കിൽ സോഷ്യൽ കോൺട്രാക്ട് എന്ന കൃതി ആരതാ? റൂസോ. ശരിയാണ്. സന്യാസൻ റഷ്യൻ വിപ്ലവം ആണോ? സന്യാസൻ എന്തുമായി ബന്ധപ്പെട്ടതാ? ചൈന അല്ലെ. ചൈനീസുകാരനാണ് ആര്? സന്യാസൻ. ചൈനീസ് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ് ആര്? സന്യാസൻ. അപ്പൊ നമ്മൾ ഇത് തെറ്റാണ്. മൂന്നാമത്തത്: 1995 വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ സ്ഥാപിതമാകുന്നത്. ആണോ? 1995 ശരിയാണ്. 1995 ഏത്? WTO നിലവിൽ വരുന്നത്. WTOയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന ഏതാ? ഗാട്ട അല്ലെ. ഏതാ? ഗാട്ട ആണ്. അപ്പോൾ ഇതെന്താണ്? നാലാമത്തെ പ്രസ്താവനയും ശരിയാണ്. അപ്പൊ ഇതിൽ തെറ്റായിട്ടുള്ള ജോഡി ഏത് മാത്രമേ ഉള്ളൂ? 3 മാത്രം. സൺ യാത്സൺ ഏതാ? ചൈനീസ് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഫ്രഞ്ച് വിപ്ലവം, ബാസ്റ്റൺ ജയിലിന്റെ പതനം എന്തുമായിട്ട് ബന്ധപ്പെട്ടു എന്ന് ചോദിച്ചാൽ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. നമ്മളൊക്കെ പഠിക്കുന്ന സോഷ്യൽ കോൺട്രാക്റ്റിൽ അതിന്റെ മലയാളം ഇവിടെ കൊടുത്തു. സാമൂഹ്യ കരാർ. ആരുടെ പുസ്തക? റൂസോയുടെ പുസ്തകം തന്നെയാണ്. WTO സ്ഥാപിതമായത് 1995. ഇനി
താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ രാജാറാം മോഹൻ റോയുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. രാജാറാം മോഹൻ റോയുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1. മിറാത്തുൽ അക്ബർ എന്ന വാരിക ആരംഭിച്ചു. 2. ആത്മീയ സഭ സ്ഥാപിച്ചു. 3. തുഹ്ഫത്തുൽ മുവാഹിദീൻ എന്ന ഗ്രന്ഥം എഴുതി. 4. സംവാദ് കൗമുദി എന്ന വാരിക തുടങ്ങി. ഇതിലേതൊക്കെയാണ് രാജാറാം മോഹൻ റോയുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ? ഏതൊക്കെ ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ? മിറാത്തുൽ അക്ബർ എന്ന വാരിക ആരംഭിക്കുന്നത് രാജാറാം മോഹൻ റോയ് തന്നെയാണ് അല്ലെ. മിറാത്തുൽ അക്ബർ എന്ന വാരിക ആരംഭിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. ആത്മീയ സഭ സ്ഥാപിക്കുന്നത് രാജാറാം മോഹൻ റായി ആണ്. അതുപോലെ ഏകദൈവ വിശ്വാസികൾക്കൊരു സമ്മാനം അല്ലെങ്കിൽ തുഹ്ഫത്തുൽ മുവാഹിദീൻ എന്ന ഗ്രന്ഥം എഴുതിയതും രാജാറാം മോഹൻ റോയ് ആണ്. സംവാദ് കൗമുദി എന്ന വാരിക ആരംഭിക്കുന്നതും രാജാറാം മോഹൻ റോയ് ആണ്. 4 പ്രസ്താവനകളും ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. ഒന്നുകൂടി പറയാം. മിറാത്തുൽ അക്ബർ എന്ന വാരിക ആരംഭിച്ചു. അതുപോലെ സംവാദ് കൗമുദി എന്ന വാരിക, ഈ 2 വാരികയും ആരംഭിക്കുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. അതുപോലെ ആത്മീയ സഭ സ്ഥാപിച്ചത് ചോദിച്ചാൽ രാജാറാം മോഹൻ റോയ് ആണ്. തുഹ്ഫത്തുൽ മുവാഹിദീൻ അല്ലെങ്കിൽ ഏകദൈവ വിശ്വാസികൾക്ക് ഒരു സമ്മാനം എന്ന കൃതി രചിച്ചതും രാജാറാം മോഹൻ റോയ് ആണ്. ഇനി താഴെ കൊടുത്തിരിക്കുന്ന ചരിത്ര സംഭവങ്ങൾ പരിശോധിച്ചിട്ട് ശരിയായ കാലഗണന ക്രമത്തിൽ എഴുതുക. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇപ്പോൾ കാണുന്നുണ്ട് കേട്ടോ. ഈ 2025, 2024 അവസാനമായിട്ട് നടന്നു, അതുപോലെ 2025 നടന്ന ക്വസ്റ്റ്യൻസിലൊക്കെ ഒരു കാലഗണനാക്രമം എഴുതാൻ വേണ്ടിയിട്ട് കാണുന്നുണ്ട്. അതായത് നമ്മൾ വർഷം അറിഞ്ഞാലേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ അല്ലേ. ഒന്നാമത്തെ എന്താ? ഗുരുവായൂർ സത്യാഗ്രഹം ഏതാ വർഷം? 1931. ക്ഷേത്രപ്രവേശന വിളംബരം 1936. വൈക്കം സത്യാഗ്രഹം 24-25 കാലഘട്ടത്തിൽ 1924, 25 കാലഘട്ടം. മഹാത്മാഗാന്ധിയുടെ ആദ്യത്തെ കേരള സന്ദർശനം 1920 അല്ലെ. അപ്പോൾ ഇതിനെ വർഷം അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓർഡർ ആയിട്ട് എഴുതാൻ പറ്റും അല്ലെ. അപ്പോൾ ഒന്നാമത്തെ എന്താ പറഞ്ഞത്? ഒന്നാമതായിട്ട് ഏതാ വരുന്നത്? മഹാത്മാഗാന്ധിയുടെ കേരള സന്ദർശനം അല്ലെ. അങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നത് ഏത് മാത്രമേ ഉള്ളൂ? ഓപ്ഷൻ ബിയിൽ മാത്രമേ ഉള്ളൂ. 4 1 തുടങ്ങുന്നത് അത് മാത്രമേ. നമ്മൾ ആൻസർ കിട്ടിക്കഴിഞ്ഞു. വർഷം പഠിച്ചു വെച്ചു. എന്തായാലും ഗുരുവായൂർ സത്യാഗ്രഹം 1931, ക്ഷേത്രപ്രവേശന വിളംബരം 1936, വൈക്കം സത്യാഗ്രഹം 1924 മുതൽ 25 വരെ ഉണ്ടായിരുന്നു. മഹാത്മാഗാന്ധിയുടെ ആദ്യത്തെ കേരള സന്ദർശനം ചോദിച്ചാൽ ഏതാ വർഷം? 1920. ഇനി താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ശരിയായ ജോഡികൾ കണ്ടെത്തുക. തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള ജോഡികൾ? 1. നീൽ ദർപ്പൺ എന്ന കൃതി എഴുതിയതാര അല്ലെങ്കിൽ നാടകം എഴുതിയത് ദിനബന്ധു മിത്ര. ഹിന്ദ് സ്വരാജ് BR അംബേദ്കർ. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു മൗലാന അബ്ദുൽ കലാം ആസാദ്. 4. തോട്ട്സ് ഓൺ പാകിസ്ഥാൻ MN റോയ്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള ജോഡികൾ? അപ്പോൾ ഇതിലേതൊക്കെയാ ശരിയായിട്ടുള്ള ജോഡികൾ? നീൽ ദർപ്പൺ എഴുതിയതാര? ദിനബന്ധു മിത്ര ശരിയാണ്. ഹിന്ദ് സ്വരാജ് BR അംബേദ്കർ തെറ്റ്. ഗാന്ധിജിയുടെ പുസ്തകമാണ് ഇത്, ഹിന്ദ് സ്വരാജ്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു അല്ലെങ്കിൽ ഇന്ത്യ വിൻസ് ഫ്രീഡം മൗലാന അബ്ദുൽ കലാം ആസാദ്. തോട്ട്സ് ഓൺ പാകിസ്ഥാൻ MN റോയ് തെറ്റാണ്. BR അംബേദ്കറിന്റെ പുസ്തകമാണ് ഇത്, തോട്ട്സ് ഓൺ പാകിസ്ഥാൻ എന്നത്. ശരിയായിട്ടുള്ളത് 1ഉം 3ഉം മാത്രമാണ്. ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉം ആണ് ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഇനി ഗ്രാനൈറ്റ് ഏത് തരം ശിലകൾക്ക് ഉദാഹരണമാണ്? ഗ്രാനൈറ്റ് ഏത് തരം ശിലകൾക്ക് ഉദാഹരണം? ഗ്രാനൈറ്റും ബസാൾട്ടൊക്കെ ഏത് ശിലകൾക്ക് ഉദാഹരണ? ഓപ്ഷൻ സി ആണ്. ആഗ്നേയ ശിലകൾക്ക് അല്ലെ. ഓപ്ഷൻ സി ആണ്. ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണമാണ് ഏത്? ഗ്രാനൈറ്റും ബസാൾട്ടൊക്കെ അല്ലെ. ഇനി അടുത്ത ചോദ്യം, 8ാമത്തെ ചോദ്യം. ഇന്ദ്രാവതി, ശബരി എന്നീ നദികൾ ഏത് ഉപദ്വീപീയ നദിയുടെ പോഷക നദികളാണ്? ഇന്ദ്രാവതി, ശബരി എന്നിവ ഏത് ഉപദ്വീപീയ നദികളുടെ പോഷക നദികളാന്ന് ചോദിച്ചാൽ ഏതാ? ഗോദാവരിയുടെ പോഷക നദികളാണ് ഏതൊക്കെ? ഇന്ദ്രാവതി, ശബരിയും. ഇനി കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാല് ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഇതൊക്കെ എത്ര തവണ ചോദിച്ചില്ലേ PSC. കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ ഏതു പേരിൽ അറിയപ്പെടുന്നത്? ഓപ്ഷൻ സി ആണ്. ദേശീയ ജലപാത 3 ആണ്. ഇനി നാഷണൽ റിമോട്ട് സെൻസിങ് സെന്ററിന്റെ ആസ്ഥാനം എവിടെയാണ്? നാഷണൽ റിമോട്ട് സെൻസിങ് സെന്ററിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? ഹൈദരാബാദ്. ഓപ്ഷൻ എ ആണ്. ഹൈദരാബാദ് ആണ്. നാഷണൽ റിമോട്ട് സെൻസിങ് സെന്റർ ആണെങ്കിൽ ഹൈദരാബാദ്. ഇനി ഡോക്ടർ എന്നറിയപ്പെടുന്ന പ്രാദേശിക വാതകം ഏതാണ്? ഡോക്ടർ എന്നറിയപ്പെടുന്ന
പ്രാദേശിക വാതകം, ഡോക്ടർ എന്നറിയപ്പെടുന്ന പ്രാദേശിക വാതകം ഏതാ? വാദമേതാ? ഹർമാറ്റൺ അല്ലെ, ഏതാ? ഹർമാറ്റൺ ആണ്. ഡോക്ടർ എന്നറിയപ്പെടുന്ന ഏതാ? ഹർമാറ്റൺ ആണ്. ഇനി ഭാവിയിലെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ അളവ് കുറയ്ക്കുന്നതിനെ വിളിക്കുന്ന പേരെന്താ? ഭാവിയിലെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ അളവ് കുറയ്ക്കുന്നതിനെ വിളിക്കുന്ന പേര് എന്താ? ഓപ്ഷൻ എ ആണ് ലഘൂകരണം എന്നാട്ടോ. ഓപ്ഷൻ എ ആണ് ലഘൂകരണം. ഭാവിയിലെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ അളവ് കുറയ്ക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ലഘൂകരണം. ഇനി ഇന്ത്യയുടെ റിസർവ് ബാങ്കിന്റെ ഇപ്പോഴത്തെ ഗവർണർ ജനറൽ ആരാണ്? ഇന്ത്യയുടെ റിസർവ് ബാങ്കിന്റെ RBIയുടെ നിലവിലെ ഗവർണർ ചോദിച്ചാൽ ആരാ? സഞ്ജയ് മൽഹോത്രയാട്ടോ. ആരാ? സഞ്ജയ് മൽഹോത്രയാണ്. സഞ്ജയ് മൽഹോത്ര. ഇനി താഴെ കൊടുത്തിട്ടുള്ളതിൽ പ്രത്യക്ഷ നികുതിക്ക് ഉദാഹരണം ഏതാണ്? തന്നിരിക്കുന്നതിൽ പ്രത്യക്ഷ നികുതിക്ക് ഉദാഹരണം ഏതാണ്? എക്സൈസ്, വിൽപ്പന, കസ്റ്റംസ്, വരുമാനം. ഇതിൽ പ്രത്യക്ഷ നികുതിക്ക് ഉദാഹരണം ഏതാ? വരുമാന നികുതി അല്ലെ. ഓപ്ഷൻ ഡി ആണ്, വരുമാന നികുതിയാണ്. ഇനി നബാർഡ് സ്ഥാപിതമായ വർഷം ഏതാ? നബാർഡ് സ്ഥാപിതമായ വർഷം ഏതാണ്? നബാർഡ് സ്ഥാപിതമായ വർഷം? ഓപ്ഷൻ സി ആണ്, 1982 നബാർഡ് സ്ഥാപിതമായ വർഷം 1982. ഇനി ഇപ്പോഴത്തെ ലോക ബാങ്കിന്റെ പ്രസിഡന്റ് ആരാണ്? ഇപ്പോഴത്തെ ലോക ബാങ്കിന്റെ പ്രസിഡന്റ് ആരാ? ഓപ്ഷൻ ബി ആണ്, അജയ് ബംഗ. ഇന്ത്യക്കാരൻ കൂടിയാണ്, ഇന്ത്യൻ വംശജൻ കൂടിയാണ് അജയ് ബംഗ. ഇപ്പോഴത്തെ ലോക ബാങ്കിന്റെ പ്രസിഡന്റ് ചോദിച്ചാൽ ആരാ? അജയ് ബംഗയാണ്. ഇനി ഇന്ത്യയിൽ ആദ്യത്തെ ഔദ്യോഗിക സെൻസസ് നടന്ന വർഷം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ഔദ്യോഗികമായിട്ടും സെൻസസ് നടന്ന വർഷം ചോദിച്ചാൽ ഏതാ? 1881. ഓപ്ഷൻ സി ആണ്, 1881. ഇനി സുവർണ വിപ്ലവം എന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഗോൾഡൻ റവല്യൂഷൻ എന്തുമായിട്ട് ബന്ധപ്പെട്ട? ഗോൾഡൻ റവല്യൂഷൻ എന്തുമായിട്ടാ? ഓപ്ഷൻ എ ആണ്, ഹോർട്ടിക്കൾച്ചർ അല്ലെങ്കിൽ പച്ചക്കറി അല്ലെ, ഹോർട്ടിക്കൾച്ചർ ആണ്. ഇനി ഒരു പ്രത്യേക രോഗം മൂലം അകാലത്തിൽ മരണമടയുന്ന ആളുകളുടെ എണ്ണം അളക്കുന്ന സൂചികയെ പറയുന്ന പേരെന്താണ്? ഒരു പ്രത്യേക രോഗം കാരണം അകാലത്തിൽ മരണമടയുന്ന ആളുകളുടെ എണ്ണം അളക്കുന്ന സൂചിക ഏതാണ്? ഓപ്ഷൻ സി ആണ്, ആഗോള രോഗഭാരം ട്ടോ. ആഗോള രോഗഭാരം എന്ന ഒരു പ്രത്യേക രോഗം മൂലം അകാലത്തിൽ മരണമടയുന്ന ആളുകളുടെ എണ്ണം അളക്കുന്ന സൂചിക ചോദിച്ചാൽ ആഗോള രോഗഭാരമാണ്. ഇനി ദിനേശ് ഗോസ്വാമി കമ്മിറ്റിയുടെ പരിഗണനാ വിഷയം ഏതായിരുന്നു? ദിനേശ് ഗോസ്വാമി കമ്മിറ്റിയുടെ പരിഗണനാ വിഷയം എന്തായിരുന്നു? ഓപ്ഷൻ സി ആണ്, തിരഞ്ഞെടുപ്പ് പരിഷ്കരണമാട്ടോ. തിരഞ്ഞെടുപ്പ് പരിഷ്കരണമാണ്. ദിനേശ് ഗോസ്വാമി കമ്മിറ്റിയുടെ പരിഗണനാ വിഷയം ചോദിച്ചാൽ തിരഞ്ഞെടുപ്പ് പരിഷ്കരണമാണ്. ഇനി 21ാമത്തെ ചോദ്യം, സ്വകാര്യതയ്ക്കുള്ള അവകാശം ഭരണഘടനയുടെ അനുച്ഛേദം 21 ഭാഗമാണ്. അതൊരു പ്രസ്താവനയാണ്. ഒന്നാമത്തെ പ്രസ്താവനയാണ്, സ്വകാര്യതയ്ക്കുള്ള അവകാശം ഭരണഘടനയുടെ അനുച്ഛേദം 21 ഭാഗമാണ്. 2, ജീവനോപാധികൾ തേടുവാനുള്ള അവകാശം ഭരണഘടനയുടെ അനുച്ഛേദം 21 ഭാഗമാണ്. തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഒന്നെന്താ പറഞ്ഞത്? സ്വകാര്യതയ്ക്കുള്ള അവകാശം ഭരണഘടനയുടെ അനുച്ഛേദം 21 ഭാഗമാണ്. 2, ജീവനോപാധികൾ തേടാനുള്ള അവകാശം ഭരണഘടനയുടെ അനുച്ഛേദം 21 ഭാഗമാണ്. ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉം ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. പഠിച്ചു വെക്കണേ. സ്വകാര്യതയ്ക്കുള്ള അവകാശം ഭരണഘടനയുടെ അനുച്ഛേദം 21 ഭാഗമാണെന്ന് പറഞ്ഞാൽ ശരിയാണ്. ജീവനോപാധികൾ തേടാനുള്ള അവകാശം ഭരണഘടനയുടെ 21 ഭാഗമാണെന്ന് പറഞ്ഞാൽ ശരിയാ അല്ലെ. ജീവിക്കാനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഇത് 21 അല്ലെ, ആർട്ടിക്കിൾ 21. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖപ്രകാരം ഏറ്റവും ശരിയായ പ്രസ്താവന ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖപ്രകാരം ഏറ്റവും ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ്? നമ്മൾ പുതിയ ടെക്സ്റ്റ് SCRT വായിക്കുന്ന സമയത്ത് ഇത് എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പസമജറി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. പസമജറി, പരമാധികാര, പരമാധികാര, സോഷ്യലിസ്റ്റ്, മതേതരത്വ, ജനാധിപത്യ, റിപ്പബ്ലിക് ആണ് അല്ലെ. ഇന്ത്യ ഒരു പരമാധികാര, സോഷ്യലിസ്റ്റ്, മതേതര, ജനാധിപത്യ റിപ്പബ്ലിക് ആണ്. ഓർത്തു വെക്കാൻ വേണ്ടിയിട്ട് പസമജറി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഇതൊക്കെ നമ്മൾ പുതിയ SCRT എടുത്തു പറഞ്ഞ കാര്യങ്ങളാണ്. ഇനി 23, ഭരണകക്ഷിയിലെ അംഗങ്ങൾ മാത്രം അധ്യക്ഷനാകുന്ന പാർലമെന്ററി കമ്മിറ്റി ഏതാണ്? ഭരണകക്ഷിയിലെ അംഗങ്ങൾ മാത്രം അധ്യക്ഷനാകുന്ന പാർലമെന്ററി കമ്മിറ്റി ഏതാ? ഓപ്ഷൻ എ ആണ്, എസ്റ്റിമേറ്റ് കമ്മിറ്റി ആട്ടോ. ഓപ്ഷൻ എ ആണ്, എസ്റ്റിമേറ്റ് കമ്മിറ്റിയാണ്. ഇനി സെൻട്രൽ വിസ്ത പദ്ധതി എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്?
സെൻട്രൽ വിസ്ത പദ്ധതി എന്തുമായിട്ട് ബന്ധപ്പെട്ടത് എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. ഏതാ? ഓപ്ഷൻ ബി, പാർലമെന്റ് സമുച്ചയ നിർമ്മാണം അല്ലെ. പാർലമെന്റ് സമുച്ചയ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പദ്ധതിയായിരുന്നു ഏത്? സെൻട്രൽ വിസ്ത പദ്ധതി. ഇനി ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ഏതാണ്? ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ഏതാ? നവംബർ 26 അല്ലെ. ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ചോദിച്ചാൽ ഏതാ? നവംബർ 26 ഇനി പഞ്ചായത്തി രാജ് സംവിധാനത്തിന് ഭരണഘടനാ പദവി നൽകിയ കമ്മിറ്റി ഏതാ? പഞ്ചായത്തി രാജ് സംവിധാനത്തിന് ഭരണഘടനാ പദവി നൽകിയ കമ്മിറ്റി ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ ഏതാ? ഡി ആണ്, തുങ്കൻ കമ്മിറ്റി അല്ലെ. PK തുങ്കൻ കമ്മിറ്റിയാണ്. ഇനി 27ാമത്തെ ചോദ്യം, പെൺകുട്ടികൾക്ക് സ്വയം രക്ഷക്കായിട്ട് ആയോധന കലകളിൽ പരിശീലനം നൽകിയിട്ട് ആത്മവിശ്വാസം വളർത്താനായിട്ട് വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? പെൺകുട്ടികൾക്ക് സ്വയം രക്ഷക്കായി ആയോധന കലകളിൽ പരിശീലനം നൽകിയിട്ട് ആത്മവിശ്വാസം വളർത്താനായി വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ഏതാ? ഓപ്ഷൻ എ ആണ്, കരുത്താണ് കേട്ടോ. ഏതാ? കരുത്താണ്. പെൺകുട്ടികൾക്ക് സ്വയം രക്ഷക്കായിട്ട് ആയോധന കലകളിൽ പരിശീലനം നൽകി ആത്മവിശ്വാസം വളർത്താനായിട്ട് വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ചോദിച്ചാൽ ഏതാ? കരുത്താണ്. ഇനി താഴെ പറയുന്നതിൽ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനുമായി യോജിക്കുന്ന പ്രസ്താവന അല്ലെങ്കിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. PSCയുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഒന്നാമത്തെ എന്താ? ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് 315 സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. 2, സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെയും മറ്റ് അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാന്റെ കാലാവധി 5 വർഷമാണ്. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് PSCയുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാ? 1, ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 315 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പറയുന്നുണ്ട്. പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 315 ആണ്. ഇനി ഈ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാനെയും മറ്റ് അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാ? അത് ഗവർണറാണ്. ഇനി അത് UPSC ആണെങ്കിൽ ആരാ? അത് രാഷ്ട്രപതിയാണ്. ഇനി പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാന്റെ കാലാവധി 5 വർഷമല്ല, എത്രയാ? 6 വർഷമാട്ടോ. എത്രയാ? 6 വർഷമാണ്. അപ്പോ 1ഉം 2ഉം ശരിയാണ്, 3 തെറ്റാണ്. 29ാമത്തെ ചോദ്യം, കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർമാൻ ആരാം? കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ്? തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർമാൻ പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ്. ഓപ്ഷൻ എ ആണ്, പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഹോക്കിയിലെ വെങ്കല മെഡൽ നേടിയ മലയാളി താരമാരാണ്? 2024 പാരീസ് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ വെങ്കല മെഡൽ നേടിയ മലയാളി താരം ചോദിച്ചാൽ ആരാ? PR ശ്രീജേഷ്. ഓപ്ഷൻ സി ആണ്. ഇനി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഗ്രാമീണനായ പ്രായപൂർത്തിയായ ഒരു വ്യക്തി ഗ്രാമപഞ്ചായത്തിൽ തൊഴിലിന് അപേക്ഷ നൽകിയാൽ എത്ര ദിവസത്തിനുള്ളിലാണ് തൊഴിൽ നൽകാനുള്ള ബാധ്യത ഗ്രാമപഞ്ചായത്തിനുള്ളത്? മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഗ്രാമീണനായ പ്രായപൂർത്തിയായ ഒരു വ്യക്തി ഗ്രാമപഞ്ചായത്തിൽ തൊഴിലിന് അപേക്ഷ നൽകി കഴിഞ്ഞാൽ എത്ര ദിവസത്തിനുള്ളിൽ തൊഴിൽ നൽകാനുള്ള ബാധ്യതയാണ് പഞ്ചായത്തിനുള്ളത് എന്ന് ചോദിച്ചാൽ എത്രയാ? 15 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? തൊഴിൽ നൽകേണ്ടതാണ്. ഇനി 2024 പ്രഖ്യാപിച്ച 54ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച നടനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടതാരാ? 2024 പ്രഖ്യാപിച്ച 54ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച നടനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ആരായിരുന്നു? പൃഥ്വിരാജ് ആയിരുന്നു അല്ലെ. ഇപ്പൊ അടുത്താണ് സമ്മാനിച്ചത്. അത് ആരാ? പൃഥ്വിരാജ് ആണ്. ഇനി 33ാമത്തെ ചോദ്യം, താഴെ പറയുന്നതിൽ കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1, 2005 വിവരാവകാശ നിയമം അനുസരിച്ച് കേരള സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഒരു സ്വയം ഭരണാധികാര സ്ഥാപനമാണ് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. 2, സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണറാണ്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ കാലാവധി 3 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സോ തികയുന്നത് വരെ ഏതാണോ നേരത്തെയുള്ളത് അതായിരിക്കും. അപ്പൊ 3 പ്രസ്താവനകൾ വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ട് ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ഒന്നെന്താ പറഞ്ഞത്? 2005 വിവരാവകാശ നിയമം അനുസരിച്ച് കേരള സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഒരു സ്വയം ഭരണാധികാര സ്ഥാപനം തന്നെയാണ് ഏത്? വിവരാവകാശ കമ്മീഷൻ.
മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആര് തന്നെയാ? ഗവർണറാണ്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് ഏതാണോ ആദ്യം എത്തുന്നത് അതായിരിക്കും അവരുടെ കാലാവധി എന്ന് പറയുന്നത്. 3 പ്രസ്താവനകളും ശരിയാണ്, പഠിച്ചു വെച്ചോ. ഇനി മലമ്പനിയുടെ രോഗകാരിയായ പ്ലാസ്മോഡിയം താഴെ പറയുന്നവയിൽ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? മലമ്പനിയുടെ രോഗകാരിയായിട്ടുള്ള പ്ലാസ്മോഡിയം താഴെ പറയുന്നവര് ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്? ഏതാ? ഓപ്ഷൻ ഡി ആണ് സ്പോറോസോവ. ഓപ്ഷൻ ഡി സ്പോറോസോവ. ഇനി 35ാമത്തെ ചോദ്യം, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീനുകളുടെ ഉൽപാദനത്തെ നിയന്ത്രിക്കുന്ന ജീനുകൾക്ക് വൈകല്യം സംഭവിച്ച് പ്രോട്ടീൻ ഉൽപാദനം തകരാറിലാവുന്ന ജനിതക രോഗം ഏതാ? രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീനുകളുടെ ഉൽപാദനത്തെ നിയന്ത്രിക്കുന്ന ജീനുകൾക്ക് വൈകല്യം സംഭവിച്ച് പ്രോട്ടീൻ ഉൽപാദനം തകരാറിലാകുന്ന ജനിതക രോഗം ചോദിച്ചാൽ ഏതാ? ഹീമോഫീലിയ അല്ലെ. ഓപ്ഷൻ എ ആണ് ഹീമോഫീലിയ. 36ാമത്തെ ചോദ്യം, തലച്ചോറിൽ ഡോപ്പമിൻ എന്ന നാഡീയ പ്രേഷകത്തിന്റെ ഉൽപാദനം കുറയുകയും മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകൾ നശിക്കുകയും ചെയ്യുന്ന രോഗം ഏതാ? തലച്ചോറിൽ ഡോപ്പമിൻ എന്ന നാഡീയ പ്രേഷകത്തിന്റെ ഉൽപാദനം കുറയുകയും മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകൾ നശിക്കുകയും ചെയ്യുന്ന രോഗം ചോദിച്ചാൽ ഏതാ? പാർക്കിൻസൺസ് അല്ലെ. ഓപ്ഷൻ ബി ആണ് പാർക്കിൻസൺസ് ആണ്. ഇനി 37ാമത്തെ ചോദ്യം, അമിനോ ആസിഡുകളിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാ? അമിനോ ആസിഡുകളിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാ? ഓപ്ഷൻ എ ആണ് ഗ്ലൂക്കഗോൺ അല്ലെ. ഓപ്ഷൻ എ ഗ്ലൂക്കഗോൺ ആണ്. ഇനി സൊമാറ്റോട്രോപ്പിന്റെ അമിത ഉൽപാദനം കാരണം വളർച്ചാഘട്ടത്തിന് ശേഷം മുഖം, താടിയെല്ല്, വിരലുകൾ എന്നിവിടങ്ങളിലെ അസ്ഥികൾ വളരുന്ന അവസ്ഥയെ പറയുന്ന പേരെന്താ? സൊമാറ്റോട്രോപ്പിന്റെ അമിത ഉൽപാദനം കാരണം വളർച്ചാഘട്ടത്തിന് ശേഷം താടിയെല്ല്, വിരലുകൾ എന്നിവിടങ്ങളിലെ അസ്ഥികൾ വളരുന്ന അവസ്ഥയെ പറയുന്ന പേര് എന്താ? ഓപ്ഷൻ സി ആണ് അക്രോമെഗലി അല്ലെ. അക്രോമെഗലി. ഇനി ലോക പ്രമേഹ ദിനമായിട്ട് ആചരിക്കുന്നത് എപ്പോഴാണ്? ലോക പ്രമേഹ ദിനമായിട്ട് ആചരിക്കുന്നത് എപ്പോഴാണ്? നവംബർ 14 അല്ലെ. ഓപ്ഷൻ എ ആണ് നവംബർ 14. ഇനി കാസിരംഗ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാ? കാസിരംഗ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താ? ആസാമിലാണ് അല്ലെ. ഓപ്ഷൻ ബി ആണ് ആസാമിലാണ്. ഇനി സൈലന്റ് സ്പ്രിംഗ് എന്ന പ്രസിദ്ധ ഗ്രന്ഥം രചിച്ചത് ആരാണ്? സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥം രചിച്ചത് ആരാ? ഓപ്ഷൻ ഡി ആണ് റേച്ചൽ കഴ്സൺ ആണ്. ഇനി ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ ആപേക്ഷിക ചലനത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ പടലങ്ങൾക്ക് സമാന്തരമായിട്ട് പ്രവർത്തിക്കുന്ന ഘർഷണ ബലം ഏതാ? ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ ആപേക്ഷിക ചലനത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ പടലങ്ങൾക്ക് സമാന്തരമായിട്ട് പ്രവർത്തിക്കുന്ന ഘർഷണ ബലം ഏതാ? ഓപ്ഷൻ എ ആണ് വിസ്കസ് ബലം അല്ലെ. ഏതാ? വിസ്കസ് ബലമാണ്. ഈ 43ാമത്തെ ചോദ്യം, വാഹനങ്ങളിൽ റിയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാ? വാഹനങ്ങളിൽ റിയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാ? കോൺവെക്സ് ദർപ്പണം അല്ലെ. ഓപ്ഷൻ ഡി ആണ് കോൺവെക്സ് ദർപ്പണമാണ്. ഓപ്ഷൻ ഡി കോൺവെക്സ് ദർപ്പണം. ഈ നൽകിയിട്ടുള്ളതിൽ സ്ഥിതികോർജവുമായിട്ട് ബന്ധപ്പെട്ടുള്ള സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? തന്നിരിക്കുന്നതിൽ സ്ഥിതികോർജവുമായിട്ട് ബന്ധപ്പെട്ടുള്ള സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? അമർത്തിയ സ്പ്രിങ്ങിന് ഏത് ഊർജമായിരിക്കും? സ്ഥിതികോർജമാണ്. ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിന് ഏതാ? അത് ഗതികോർജമാണ്. ഡാമിൽ സംഭരിച്ചിട്ടുള്ള ബലത്തിന് ഏത് ഊർജ? അത് സ്ഥിതികോർജം. അപ്പൊ ഏതൊക്കെയുള്ളത്? 1ഉം 3ഉം അല്ലെ. 1ഉം 3ഉമാണ്. ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം ഏതാ? ഗതികോർജമാണ്. ഇനി ISRO നിർമ്മിക്കുന്ന ബഹിരാകാശത്തേക്ക് പോയിട്ട് വരാൻ ഉപയോഗിക്കുന്ന വാഹനത്തിന് നൽകിയിരിക്കുന്ന പേരെന്താ? ISRO നിർമ്മിക്കുന്ന ബഹിരാകാശത്തേക്ക് പോയി വരാൻ ഉപയോഗിക്കുന്ന വാഹനത്തിന് നൽകിയിരിക്കുന്ന പേര് എന്തായിരുന്നു? പുഷ്പക് അല്ലെ. ഓപ്ഷൻ ബി ആണ് പുഷ്പക് ആണ് കേട്ടോ. പുഷ്പക് ആണ്. ഇനി തന്നിരിക്കുന്നതിൽ ഏതാണ് ISROയുടെ ആദ്യത്തെ സൗരദൗത്യം? തന്നിരിക്കുന്നതിൽ ഏതാണ് ISROയുടെ ആദ്യത്തെ സൗരദൗത്യം? ഏതാ? ആദിത്യ L1 അല്ലെ. ആദിത്യ L1 ആണ്. ഇനി ആവർത്തന പട്ടികയിൽ ഗ്രൂപ്പുകളിൽ മുകളിലേക്ക് പോകുന്തോറും ലോഹ ഗുണത്തിനുണ്ടാകുന്ന മാറ്റം എന്താണ്?
ആവർത്തന പട്ടികയിൽ ഗ്രൂപ്പിൽ മുകളിലേക്ക് പോകുന്തോറും ലോഹത്തിനുണ്ടാകുന്ന ഗുണം ചോദിച്ചാൽ എന്താ? ലോഹഗുണം കുറയുകയാണ് ചെയ്യുന്നത് അല്ലെ. ഓപ്ഷൻ സി ആണ്, കുറയുകയാണ് ചെയ്യുന്നത്. ഇനി അമോണിയം സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ എന്തിന് ഉദാഹരണം? ബേസിക് ലവണമാണോ, അസിഡിക് ലവണമാണോ, ന്യൂട്രൽ ലവണമാണോ, അല്ലെങ്കിൽ സങ്കീർണമായ ലവണമാണോ? അമോണിയം സൾഫേറ്റ് എന്ന് പറയുന്നത് എന്താ? അമോണിയം സൾഫേറ്റ് എന്ന് പറയുന്നത് ഒരു അസിഡിക് ലവണമാണ് അല്ലെ, അസിഡിക് ലവണമാണ്. ഇനി നാഡീവ്യവസ്ഥയ്ക്ക് ഉത്തേജനം നൽകുന്ന ഏത് ആൽക്കലോയിഡ് ആണ് ചായയിലും കാപ്പിയിലും അടങ്ങിയിരിക്കുന്നത്? നാഡീവ്യവസ്ഥയ്ക്ക് ഉത്തേജനം നൽകുന്ന ഏത് ആൽക്കലോയിഡ് ആണ് ചായയിലും കാപ്പിയിലും അടങ്ങിയിരിക്കുന്നത് ചോദിച്ചാൽ ഏതാ? കഫീൻ അല്ലെ. ഓപ്ഷൻ ഡി ആണ്, കഫീൻ ആട്ടോ, കഫീൻ ആണ്. ഇനി താഴെ പറയുന്നവയിൽ ഏതാണ് രാസമാറ്റത്തെ പ്രതിനിധീകരിക്കാത്തത്? അതായത് രാസമാറ്റം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സ്ഥിരമായിട്ടുള്ള മാറ്റമാണ്. അതിനെ പ്രതിനിധീകരിക്കാത്തത് ഏതാണ്? അതായത് ഒരു ഭൗതിക മാറ്റത്തിന് എക്സാമ്പിൾ ഏതാന്ന് കണ്ടെത്താൻ വേണ്ടി അല്ലേ. ഇലകൾ കത്തിക്കുന്നത് നമുക്കറിയാം. ഇലകൾ കത്തിച്ചു കഴിഞ്ഞാൽ തിരിച്ച് ഇലയാക്കാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ അതെന്താണ്? ഒരു രാസമാറ്റമാണ്. മുന്തിരിയുടെ അഴുകല്, മുന്തിരി അഴുകിക്കഴിഞ്ഞാൽ എന്താവും? തിരിച്ച് മുന്തിരിയാക്കാൻ പറ്റുമോ നമുക്ക്? പറ്റൂല. അപ്പൊ അതും എന്താണ്? രാസമാറ്റമാണ്. പുതുതായി മുറിച്ച വാഴപ്പഴം തവിട്ട് നിറമാകുന്നത്, മുറിച്ചു കഴിഞ്ഞ വാഴപ്പഴം തിരിച്ച് നമുക്ക് വാഴപ്പഴമാക്കാൻ പറ്റുമോ? പറ്റൂല. അതും രാസമാറ്റമാണ്. ജലം ഐസാകുന്ന പ്രക്രിയ, ജലം ഐസായാലും ഐസ് എന്താക്കാൻ പറ്റും? നമുക്ക് ജലമാക്കാൻ പറ്റും. ജലം വീണ്ടും നമുക്ക് എന്താക്കാൻ പറ്റും? ഐസാക്കാൻ പറ്റും. അതിപ്പോ എന്താ? അതൊരു ഭൗതിക മാറ്റമാണ്. അപ്പം തന്നിരിക്കുന്നതിൽ രാസമാറ്റത്തെ പ്രതിനിധീകരിക്കാത്തത് ഏതാ? ജലം ഐസാകുന്ന പ്രക്രിയയാണ്. ഇനി വായുകുമിളകൾ താഴെ നിന്ന് ജലത്തിന്റെ ഉപരിതലത്തിലേക്ക് നീങ്ങുമ്പോൾ വികസിക്കുന്നു. ഇത് ഏതിന്റെ ഉദാഹരണമാണ്? അത് നമ്മൾ അക്വേറിയത്തിന്റെ അടിയിൽ നിന്ന് കുമിളകൾ എന്ത് ചെയ്യും? ഇങ്ങനെ മുകളിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും? അതിങ്ങനെ വികസിച്ചിട്ടാ പോകും അല്ലെ. അത് എന്തിന് ഉദാഹരണ? അതൊരു ബോയിൽ നിയമത്തിന് ഉദാഹരണം അല്ലെ. ബോയിൽ നിയമത്തിന് ഉദാഹരണമാണ്. ഇനി ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏത് നോവലിലാണ് അള്ളാപിച്ച മൊല്ലാക്ക എന്ന കഥാപാത്രമുള്ളത്? തന്നിരിക്കുന്നതിൽ ഏത് നോവലിലാണ് അള്ളാപിച്ച മൊല്ലാക്ക എന്ന കഥാപാത്രമുള്ളത്? ഏതിലാ? ഖസാക്കിന്റെ ഇതിഹാസം അല്ലെ. ഓപ്ഷൻ ഡി ആണ്, ഖസാക്കിന്റെ ഇതിഹാസത്തിലാണ്. ഇനി മാധവ് ഗാഡ്ഗിലിന്റെ പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്ന കൃതിക്ക് അവതാരിക എഴുതിയതാരാ? മാധവ് ഗാഡ്ഗിലിന്റെ പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്ന കൃതിക്ക് അവതാരിക എഴുതിയത് ആരായിരുന്നു? ഓപ്ഷൻ സി ആണ്, ഡോക്ടർ MS സ്വാമിനാഥൻ അല്ലെ. MS സ്വാമിനാഥനാണ്. ഇനി കേരളത്തിൽ ആദ്യമായിട്ട് ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച റെയിൽവേ സ്റ്റേഷൻ ഏതാ? കറണ്ട് അഫയേഴ്സ് ആണ് അത്. കേരളത്തിൽ ആദ്യമായിട്ട് ISRO സർട്ടിഫിക്കേഷൻ ലഭിച്ച റെയിൽവേ സ്റ്റേഷൻ ഏതായിരുന്നു? കൊല്ലം, തിരുവനന്തപുരം സെൻട്രൽ അല്ലെ. തിരുവനന്തപുരം സെൻട്രൽ ആണ്. കേരളത്തിൽ ആദ്യമായിട്ട് ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച റെയിൽവേ സ്റ്റേഷൻ ചോദിച്ചാൽ ഏതാ? തിരുവനന്തപുരം സെൻട്രൽ ആണ്. 2023 പുരുഷ വിഭാഗം ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ടൂർണമെന്റിൽ 3ാം സ്ഥാനത്തെത്തുന്ന രാജ്യം ഏതായിരുന്നു? 2023 പുരുഷ വിഭാഗം ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ടൂർണമെന്റിൽ 3ാം സ്ഥാനത്തെത്തിയ രാജ്യം ചോദിച്ചാൽ ഏതാ? ജപ്പാനായിരുന്നു. ഏതാ? ജപ്പാനാണ്. ചാമ്പ്യന്മാരായതാരാ? നമ്മുടെ ഇന്ത്യയാണ്. ഇനി തിരുവനന്തപുരത്തു നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ആദ്യത്തെ പത്രം ഏതാണ്? തിരുവനന്തപുരത്തു നിന്നും പ്രസിദ്ധീകരിക്കുന്ന ആദ്യത്തെ പത്രം ഏതാ? ഓപ്ഷൻ എ ആണ്, കേരള ചന്ദ്രികയാട്ടോ. ഏതാ? കേരള ചന്ദ്രികയാണ്. ഇനി സംസ്ഥാന കായിക ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ഏതാണ്? സംസ്ഥാന കായിക ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ഓപ്ഷൻ സി ആണ്, ഒക്ടോബർ 13. ഇനി കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാം? കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ചോദിച്ചാൽ ആരാ? ഓപ്ഷൻ ബി ആണ്, മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ്. മട്ടന്നൂർ ശങ്കരൻകുട്ടി. ഇനി കമ്പ്യൂട്ടർ ഉപഭോക്താവും കമ്പ്യൂട്ടർ ഹാർഡ്വെയറും തമ്മിലുള്ള ഒരു ഇന്റർഫേസ് ആയിട്ട് പ്രവർത്തിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ്? കമ്പ്യൂട്ടർ ഉപഭോക്താവും കമ്പ്യൂട്ടർ ഹാർഡ്വെയറും തമ്മിലുള്ള ഒരു ഇന്റർഫേസ് ആയിട്ട് പ്രവർത്തിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, OS അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഇനി വ്യത്യസ്ത പ്രോട്ടോകോളുകൾ പിന്തുടരുന്ന 2 നെറ്റ്വർക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേരെന്താ? വ്യത്യസ്ത പ്രോട്ടോകോളുകൾ പിന്തുടരുന്ന 2 നെറ്റ്വർക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേര് എന്താണ്? ഓപ്ഷൻ ഡി ആണ്, ഗേറ്റ്വേ. ഓപ്ഷൻ ഡി, ഗേറ്റ്വേ. ഇനി തന്നിരിക്കുന്നതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? തന്നിരിക്കുന്നതിൽ കൂട്ടത്തിൽ പെടാത്തത് യാഹൂ, സഫാരി, ഗൂഗിള്, ബിങ്. ഇതില് കൂട്ടത്തിൽ ചേരാത്തത് ഏതാ? സഫാരി ആട്ടോ. ഏതാ? സഫാരിയാണ്. അപ്പൊ എന്താ ഇതിന്റെ പ്രത്യേകത? സഫാരി എന്ന് പറയുന്നത് എന്താ? ഒരു വെബ് ബ്രൗസർ ആട്ടോ. സഫാരി എന്ന് പറയുന്നത്
ആപ്പിളിൻ്റെ വെബ് ബ്രൗസറാണ് സഫാരി എന്ന് പറയുന്നത്. യാഹു, ഗൂഗിള്, മൈക്രോസോഫ്റ്റിന്റെ ബിങ് അതൊക്കെ എന്താ, അതൊരു സെർച്ച് എഞ്ചിൻ ഉദാഹരണം കേട്ടോ. തന്നിരിക്കുന്നതിൽ യാഹു, ഗൂഗിള്, ബിങ് ഒക്കെ എന്താണ്, ഒരു സെർച്ച് എഞ്ചിനാണ്. സഫാരി എന്ന് പറയുന്നത് എന്താ, ഒരു നമ്മുടെ വെബ് ബ്രൗസറുമാണ്. ഇനി കേരള സർക്കാർ എല്ലാ വകുപ്പുകളുടെയും ഓൺലൈൻ സേവനങ്ങൾ ഉൾപ്പെടുത്തി നൽകിയിട്ടുള്ള കേന്ദ്രീകൃത പോർട്ടലിന്റെ പേരെന്താ? കേരള സർക്കാർ എല്ലാ വകുപ്പുകളുടെയും ഓൺലൈൻ സേവനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് രൂപം നൽകിയിട്ടുള്ള കേന്ദ്രീകൃത പോർട്ടലിന്റെ പേര് എന്താ? ഓപ്ഷൻ ബി ആണ് ഇ സേവനം. ഏതാ? ഇ സേവനമാണ്. 63ാമത്തെ ചോദ്യം, IT ആക്ട് 2000 സെക്ഷൻ 66F എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? IT ആക്ട് 2000 സെക്ഷൻ 66F എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? സൈബർ ഭീകര അല്ലെ, സൈബർ ടെററിസം ആണ്. ഓപ്ഷൻ എ ആണ്, സൈബർ ടെററിസം ആണ്. 2005 വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ടിട്ടുള്ള വിവരം ഒരു വ്യക്തിയുടെ ജീവനെയോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തെയോ സംബന്ധിക്കുന്നതാണെങ്കിൽ അതിനുള്ള മറുപടി നൽകേണ്ട സമയപരിധി എത്രയാണ്? വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ടിട്ടുള്ള വിവരം ഒരു വ്യക്തിയുടെയോ ജീവന്റെയോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തെയോ സംബന്ധിക്കുന്നതാണെങ്കിൽ അതിനുള്ള മറുപടി നൽകേണ്ട സമയപരിധി എത്രയാണ്? എത്ര മണിക്കൂറിനുള്ളിലാണ്? ഓപ്ഷൻ എ ആണ് അപേക്ഷിച്ചിട്ട് 48 മണിക്കൂറിനുള്ളിൽ അല്ലെ. ഓപ്ഷൻ എ ആണ്, 48 മണിക്കൂറിനുള്ളിലാണ്. ഇനി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ നിയമപ്രകാരം വിശദമായ പരിശോധനയോ അല്ലെങ്കിൽ മറ്റു ടെസ്റ്റുകളുടെയോ ആവശ്യമായ വസ്തുക്കളുടെ മേലുള്ള പരാതി തീർപ്പാക്കേണ്ട സമയപരിധി എത്രയാണ്? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ നിയമപ്രകാരം വിശദമായ പരിശോധനയോ അല്ലെങ്കിൽ മറ്റു ടെസ്റ്റുകളോ ആവശ്യമായിട്ടുള്ള വസ്തുക്കളുടെ മേലുള്ള പരാതി തീർപ്പാക്കേണ്ടുന്ന സമയപരിധി എത്രയാണ്? 5 മാസമാണ്. ഓപ്ഷൻ സി ആണ്, 5 മാസമാണ്. ഇനി താഴെ കൊടുത്തിരിക്കുന്നവ ഏത് നിയമങ്ങളുടെ വകുപ്പുകളിൽ ഉൾപ്പെടുന്നതാണെന്ന് കണ്ടുപിടിക്കുക. 1. പങ്കാളിയുടെ വീട്ടിൽ നിന്നും ഇറക്കിവിടൽ ഭീഷണി നേരിടുന്ന ഇന്ത്യയിലെ സ്ത്രീകൾക്ക് ആദ്യമായിട്ട് ലഭിക്കുന്ന പരിരക്ഷയാണ് നിയമം പ്രദാനം ചെയ്യുന്നത്. 2. ഗാർഹിക പീഡനത്തിനിരയായവരുടെ ജോലി സ്ഥലത്ത് പ്രവേശിച്ചോ വിദ്യാലയത്തിൽ ചെന്നോ ഇത്തരത്തിൽ പീഡനങ്ങൾ ആവർത്തിക്കുന്നതിനെയും വിലക്കാം. 3. ഗാർഹിക അതിക്രമങ്ങൾക്ക് ഇരയാവുന്നവരെ സഹായിക്കുകയോ അഭയം നൽകുകയോ ചെയ്യുന്ന ബന്ധുക്കളുടെയോ മറ്റുള്ളവരുടെയോ പീഡിപ്പിക്കുന്നതിൽ നിന്നും എതിർകക്ഷികളെ കോടതിക്ക് വിലക്കാം. 4. പരാതിക്കാരിക്ക് നിയമപരമായ അവകാശമുണ്ടെങ്കിലും ഇല്ലെങ്കിലും എതിർകക്ഷിക്കൊപ്പം പങ്കുപാർത്ത വീട്ടിൽ നിന്നും ഒഴിപ്പിക്കുകയോ താമസിപ്പിക്കുന്നതിൽ നിന്ന് ശല്യം ചെയ്യുകയോ ചെയ്യുന്നതിനെ വിലക്കി ഉത്തരവിടാൻ ഈ നിയമപ്രകാരം മജിസ്ട്രേറ്റിന് അധികാരമുണ്ട്. അപ്പൊ ഈ പറഞ്ഞ 4 കാര്യങ്ങൾ ഏത് നിയമങ്ങളുടെ വകുപ്പിൽ ഉൾപ്പെടുന്നതെന്ന് കണ്ടെത്തുക. 1. സൈബർ നിയമം, 2. മനുഷ്യാവകാശ നിയമം, 3. ഇന്ത്യൻ ശിക്ഷാ നിയമം, 4. ഗാർഹിക അതിക്രമങ്ങളിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കുന്ന നിയമം. ജസ്റ്റ് ഒന്നുകൂടി വായിച്ചു നോക്കുക, എന്നിട്ട് ഏതാന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കാം. ഏതാ ഇതിന്റെ ആൻസർ വരുന്നത്? ഇതൊക്കെ എന്താണ്? ഗാർഹിക അതിക്രമങ്ങളിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമമാണ്. 1, 2, 3, 4 കേട്ടോ. അപ്പൊ ഒന്ന് സ്ക്രീൻഷോട്ട് അടിച്ചിട്ടോ അല്ലെങ്കിൽ ഒന്ന് പഠിച്ചു നോക്കുക, ചോദിക്കാം. ഇനി 67ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരി അല്ലാത്ത പ്രസ്താവന ഏതാന്ന് കണ്ടെത്തുക. 1. പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടാൽ സ്പെഷ്യൽ കോടതികളിൽ വെച്ചാണ് വിചാരണ നടത്തേണ്ടത്. 2. കുട്ടികളുടെ പോണോഗ്രാഫിക് ദൃശ്യങ്ങൾ കാണുന്നത് കുറ്റകരമാണ്. 3. കുട്ടിയുടെ തെളിവ് റെക്കോർഡ് ചെയ്യുന്ന സ്പെഷ്യൽ കോടതി ആ കുറ്റകൃത്യം നടപടിക്കെടുത്ത 45 ദിവസത്തിനുള്ളിൽ കുട്ടിയുടെ തെളിവ് രേഖപ്പെടുത്തേണ്ടതും അത് വൈകുന്നുവെങ്കിൽ അതിനുള്ള കാരണം സ്പെഷ്യൽ കോടതി രേഖപ്പെടുത്തേണ്ടതുമാണ്. 4. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ അവരുടെ സംരക്ഷണ ചുമതലയുള്ളവരിൽ നിന്നായാൽ ശിക്ഷയുടെ കാഠിന്യം കൂടുന്നതുമാണ്. ഇതിൽ ശരി അല്ലാത്ത പ്രസ്താവന ഏതാണ്? ഇതിൽ ശരിയല്ലാത്ത പ്രസ്താവന? ഓപ്ഷൻ സി ആണ് ശരി അല്ലാത്ത പ്രസ്താവനയുള്ളത്. കുട്ടിയുടെ തെളിവ് റെക്കോർഡ് ചെയ്യുന്ന സ്പെഷ്യൽ കോടതി ആ കുറ്റകൃത്യം നടപടിക്കെടുത്ത 45 ദിവസത്തിനുള്ളിൽ കുട്ടിയുടെ തെളിവ് രേഖപ്പെടുത്തേണ്ടതും അത് വൈകുന്നുവെങ്കിൽ അതിനുള്ള കാരണം സ്പെഷ്യൽ കോടതി രേഖപ്പെടുത്തേണ്ടതുമാണ് എന്നുള്ളത് തെറ്റാണ്. ഇതിൽ തെറ്റെന്ന് പറയുന്നത് 45 ദിവസം എന്നുള്ളത് തെറ്റാണ്. 30 ദിവസത്തിനുള്ളിൽ കേട്ടോ കുട്ടിയുടെ തെളിവ് രേഖപ്പെടുത്തേണ്ടത്. എത്രയാ? 30 ദിവസത്തിനുള്ളിലാണ്. ബാക്കി കാര്യങ്ങൾ പഠിച്ചു വെച്ചോ. പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടാൽ സ്പെഷ്യൽ കോടതികളിൽ വെച്ചിട്ട് എന്ത് ചെയ്യും? വിചാരണ ചെയ്യുന്നതാണ്. കുട്ടികളുടെ പോണോഗ്രാഫിക് ദൃശ്യങ്ങൾ കാണുന്നത് എന്താണ്? തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ്. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ അവരുടെ സംരക്ഷണ ചുമതലയുള്ളവരിൽ നിന്നാണെങ്കിൽ ശിക്ഷയുടെ കാഠിന്യം എന്ത് ചെയ്യും? കൂടുതലായിരിക്കും.
ഓർത്ത് വെക്കുക. തെളിവ്, കുട്ടികളിൽ നിന്നുള്ള തെളിവ് എടുത്തു കഴിഞ്ഞാൽ 30 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം, രേഖപ്പെടുത്തണം. 68ാമത്തെ ചോദ്യം, താഴെ പറയുന്നവ ഏത് നിയമത്തിന്റെ പ്രധാന സവിശേഷതകളാണ് എന്ന് കണ്ടെത്തുക. 1. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ തടയുന്ന നിയമമാണിത്. ഈ ആക്ട് പ്രകാരം പ്രതികൾക്ക് മുൻകൂർ ജാമ്യത്തിന് വ്യവസ്ഥയില്ല. കൂടാതെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനിൽ നിന്ന് മുൻകൂർ അനുമതി വാങ്ങാതെ പ്രതിയെ അറസ്റ്റ് ചെയ്യാനുള്ള അവകാശം അന്വേഷണ ഉദ്യോഗസ്ഥന് നൽകുന്ന നിയമവുമാണ്. ഇത് ഏത് നിയമത്തിന്റെ സവിശേഷതകളാണ്? ആ 3 ഒന്നുകൂടി വായിക്കുക, എന്നിട്ട് താഴെ നൽകിയിരിക്കുന്ന ഓപ്ഷൻസും ഒന്ന് വായിക്കുക, എന്നിട്ട് ഏത് നിയമവുമായി ബന്ധപ്പെട്ടതാണെന്ന് കണ്ടെത്തുക. ഏതാ? ഓപ്ഷൻ എ ആണ് 2018 പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ ഭേദഗതി നിയമത്തിലെ കാര്യങ്ങളാണ്. 1. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്നവർക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ തടയുന്ന നിയമമാണിത്. അതേപോലെ തന്നെ ആക്ട് പ്രകാരം മുൻകൂർ ജാമ്യത്തിന് വ്യവസ്ഥയില്ല. കൂടാതെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനിൽ നിന്ന് എന്ത് ചെയ്യേണ്ട, മുൻകൂർ അനുമതി തേടിയിട്ട് മുൻകൂർ അനുമതി വാങ്ങാതെ തന്നെ എന്ത് ചെയ്യാം, പ്രതിയെ അറസ്റ്റ് ചെയ്യാനുള്ള അവകാശം നൽകുന്ന നിയമവുമാണ്. ഇനി 69ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നൈബിൾ അഥവാ OCR ഏതാന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട്. 1. പരമ്പരാഗത സ്വഭാവത്തിലും മോഷണം, വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ കമ്പ്യൂട്ടറുമായോ കമ്പ്യൂട്ടർ ശൃംഖലയുമായിട്ടോ ബന്ധപ്പെടുത്തി നടക്കുന്ന ഒന്നാണ്. 2. യന്ത്രങ്ങളുടെ ബുദ്ധിയെയും അതുപോലെ അത്യാർത്ഥമാക്കാൻ ലക്ഷ്യമിട്ടുള്ള കമ്പ്യൂട്ടർ ശാസ്ത്രത്തിലെ ശാഖയെയും കുറിക്കാൻ ഉപയോഗിക്കുന്നു. ഇന്റലിജന്റ് ഏജന്റുമാരുടെ പഠന മേഖലയാണ്. 3. നിങ്ങളുടെ അറിവോ സമ്മതമോ കൂടാതെ ഒരു അപരിചിതൻ നിങ്ങളുടെ കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളിൽ അതിക്രമിച്ചു കയറി വിലയേറിയ രഹസ്യ വിവരങ്ങളും കൈക്കലാക്കുന്ന ഒന്നാണ്. 4. സ്കാൻ ചെയ്ത ഡോക്യുമെന്റിൽ നിന്ന് അച്ചടിച്ചതും കൈയെഴുത്തുള്ളതുമായിട്ടുള്ള അക്ഷരങ്ങൾ യാന്ത്രികമായിട്ട് വേർതിരിച്ചെടുത്ത് മെഷീൻ എൻകോഡഡ് ടെക്സ്റ്റിലേക്ക് മാറ്റിയെടുക്കുന്നതിനുള്ള കമ്പ്യൂട്ടർ സങ്കേതമാണ്. ഇതിൽ OCRുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായത് ഏതൊക്കെയാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട്. OCRുമായി ബന്ധപ്പെട്ട് ശരിയായത് ഒറ്റൊന്ന് മാത്രമേ ഇതിൽ ശരിയുള്ളൂ. OCRുമായി ബന്ധപ്പെട്ടിട്ട് ബാക്കിയൊക്കെ തെറ്റാണ്. 4ാമത്തത് മാത്രമാണ്. അതായത് സ്കാൻ ചെയ്ത ഡോക്യുമെന്റുകളിൽ നിന്ന് അച്ചടിച്ചതും കൈയെഴുത്തുള്ളതുമായിട്ടുള്ള അക്ഷരങ്ങൾ യാന്ത്രികമായിട്ട് വേർതിരിച്ചെടുത്ത് മെഷീൻ എൻകോഡഡ് ടെക്സ്റ്റിലേക്ക് മാറ്റിയെടുക്കുന്നതിനുള്ള കമ്പ്യൂട്ടർ സങ്കേതമാണ് ഇത് OCR എന്ന് പറയുന്നത്. ഇനി 70ാമത്തെ ചോദ്യമാണ്. ഒന്നാമത്തെ ഒരു പ്രസ്താവന, 4 പ്രസ്താവനകളുണ്ട്. ഒന്നാമത്തെ പ്രസ്താവന ഇതാണ്: ജനസംഖ്യാ അടിസ്ഥാനത്തിലാണ് ഓരോ സംസ്ഥാനങ്ങളിലെയും ലോക്സഭാ സീറ്റുകൾ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് 5 വർഷ കാലാവധിയോടെ. 2. 25 വയസ്സ് കഴിഞ്ഞ ഏതൊരു ഇന്ത്യൻ പൗരനും ലോക്സഭയിലേക്ക് മത്സരിക്കാം. 3. ലോക്സഭയിലെ ആകെ അംഗസംഖ്യ 540 ആണ്. 540 പേരെ ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്ന് ജനങ്ങളാൽ നേരിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്നു. മറ്റു 5 പേരെ ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിൽ നിന്നും രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നു. 18 വയസ്സ് കഴിഞ്ഞ ഏതൊരു ഇന്ത്യൻ പൗരനും വോട്ട് ചെയ്യാൻ അവകാശമുണ്ട്. മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. അപ്പോൾ ഒന്നുകൂടി വായിച്ചുതരാം. ജനസംഖ്യാ അടിസ്ഥാനത്തിലാണ് ഓരോ സംസ്ഥാനങ്ങളിലെയും ലോക്സഭാ സീറ്റുകൾ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. അത് 5 വർഷമാണ് കാലാവധി. 25 വയസ്സ് കഴിഞ്ഞ ഏതൊരു ഇന്ത്യൻ പൗരനും എന്ത് ചെയ്യാം? ലോക്സഭയിലേക്ക് മത്സരിക്കാം. ലോക്സഭയിൽ ആകെ അംഗസംഖ്യ 540 ആണ്. 540 പേരെ ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്ന് ജനങ്ങളാൽ നേരിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്നു. മറ്റ് 5 പേരെ ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിൽ നിന്നും രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നു. 4ാമത്തെ പ്രസ്താവന: 18 വയസ്സ് കഴിഞ്ഞ ഏതൊരു ഇന്ത്യൻ പൗരനും വോട്ട് ചെയ്യാൻ അവകാശമുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ? ഏതൊക്കെയായിരിക്കും ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ? ഒന്നെന്താ പറഞ്ഞാൽ, ജനസംഖ്യ അടിസ്ഥാനത്തിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഓരോ സംസ്ഥാനങ്ങളിൽ ലോക്സഭാ സീറ്റുകൾ നിശ്ചയിക്കുന്നത് അല്ലേ. 5 വർഷ കാലാവധിയോടെയാണ് എന്ത് ചെയ്യുന്നത്, MP-മാരെ നമ്മൾ തെരഞ്ഞെടുക്കുന്നത്. 25 വയസ്സ് കഴിഞ്ഞ ഏതൊരു ഇന്ത്യൻ പൗരനും എന്ത് ചെയ്യാൻ പറ്റും? ലോക്സഭയിലേക്ക് മത്സരിക്കാൻ കഴിയും. ശരിയാണ്. ലോക്സഭയിൽ ആകെ അംഗസംഖ്യ, ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി, ഇതൊക്കെ എന്താണ്? തെറ്റാണ്. നിലവിൽ എന്തില്ല? ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയെ നോമിനേറ്റ് ചെയ്യുന്ന സംവിധാനം ഇല്ല. അതൊക്കെ എടുത്തു കളഞ്ഞിട്ടുണ്ട്. ആകെ സീറ്റ് ചോദിച്ചാൽ എത്രയാ? 543 അംഗമാണ് നിലവിൽ ഇലക്റ്റഡ് മെമ്പേഴ്സ് ആയിട്ട് വരുന്നതെന്ന കാര്യം കൊണ്ട് ഓർത്തു വെക്കുക. 18 വയസ്സ് കഴിഞ്ഞ ആർക്കും എന്ത് ചെയ്യാൻ പറ്റും? വോട്ട് ചെയ്യാൻ അവകാശമുണ്ട്. അപ്പോൾ 1, 2, 4 ശരിയായിട്ടുള്ളത്. 3ാമത്തെ എന്തല്ല? ശരിയല്ല. അപ്പോൾ നമ്മൾ 60 GK ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? മാത്സ് നമ്മൾ നോക്കുന്നില്ല, ഇംഗ്ലീഷിലേക്ക് പോവാം അല്ലേ. ഇനി അടുത്തത് ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക് യൂസിങ് അപ്രോപ്രിയേറ്റ് ഫോം ഓഫ് ദി വെർബ്. യൂഷ്വലി
they play cricket but now they dash football. Usually they play cricket but now they dash football. ഏതാ വരിക? are playing അല്ലേ? they are playing. ഇനി സെലക്ട് ദ അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ്. ദേ റെയർലി വിസിറ്റ് us. റെയർലി എന്ന് പറയുന്നത് എന്താ? ഒരു നെഗറ്റീവ് ആണ്. അപ്പൊ ടാഗ് എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം അല്ലെ? റെയർലി വിസിറ്റ് us എന്ന് പറയുമ്പം എന്താ വരിക? ഡൂ ദേ വരണം കേട്ടോ. എന്താ? ഡൂ ദേ ആണ്. ഇനി ദ പ്രൊപ്പോസൽ വാസ് ഡാഷ് ഡ്യൂ ടു ലാക്ക് ഓഫ് ഫണ്ട്സ്. സെലക്ട് സ്യൂട്ടബിൾ ഫ്രേസൽ വേർബ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ദ പ്രൊപ്പോസൽ വാസ് ഡാഷ് ഡ്യൂ ടു ലാക്ക് ഓഫ് ഫണ്ട്സ്. ഫണ്ട് ഇല്ലാത്തതുകൊണ്ട് അല്ലേ? എന്താ ലാപ്സ് ആയി പോയി എന്നാ പറഞ്ഞത്. അപ്പൊ ഏതാ വരിക? ഓപ്ഷൻ ബി ആണ്, ടേൺ ഡൗൺ കേട്ടോ. ഏതാ? ടേൺ ഡൗൺ ആണ്. ഇനി 84ാമത്തെ ചോദ്യം. I think the manager is dragging his feet in this case. The sentence can be interrupted as. എന്താ ഒരു ആൻസർ? ഓപ്ഷൻ സി ആട്ടോ. ഇതിന്റെ ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ സി ആണ്. 85ാമത്തെ ചോദ്യം. Complete the sentence using the correct option. If I had a car. If ക്ലോസ് അല്ലേ ചോദിച്ചിരിക്കുന്നത്? സൂം ഔട്ട് ചെയ്തുതരാം. ഏതാ ഒരു ആൻസർ? ഇഫ് ഐ ഹാഡ് എ കാർ. ഏതാ വരിക? വുഡ് ഡ്രോപ്പ് യു അറ്റ് ദി ബസ് സ്റ്റോപ്പ്. ഇഫ് ഐ ഹാവ് എ കാർ ആയിരുന്നെങ്കിൽ ഏതായിരുന്നു വരിക? ഫസ്റ്റ് ഫോം വരുമായിരുന്നു അല്ലേ? ഇവിടെ ഇഫ് ഐ ഹാഡ് എ കാർ ആയതുകൊണ്ട് ഏതാ വരിക? സെക്കൻഡ് ഫോം ആണ്, വുഡ് ഡ്രോപ്പ് യു അറ്റ് ദി ബസ് സ്റ്റോപ്പ് എന്ന് അല്ലെ? ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഇനി തേർഡ് ഫോം ആണെങ്കിൽ ഏതായിരുന്നു വരിക? വുഡ് ഹാവ് എന്നാണ് കേട്ടോ. ഏത് വരും? വുഡ് ഹാവ് എന്നാണ്. ഇനി 86ാമത്തെ ചോദ്യം. വിച്ച് among the following is a synonym of the word disposition? എന്നതിന്റെ സിനോണിം. ഡിസ്പോസിഷൻ എന്നതിന്റെ സിനോണിം ഏതാ വരുന്നത്? ഓപ്ഷൻ ഡി ആണ്, ക്യാരക്ടർ ആട്ടോ. ഏതാ? ക്യാരക്ടർ ആണ്. ഇനി 87ാമത്തെ ചോദ്യം കമ്പാരിറ്റീവ് ഡിഗ്രിയിലേക്ക് മാറ്റാനാണ്. രാജീവ് ഈസ് ദ ടാളസ്റ്റ് ബോയ് ഇൻ ദ ക്ലാസ്. ഏതാ? ഓപ്ഷൻ എ ആണ്, രാജീവ് ഈസ് ടാളർ ദാൻ ഓൾ അതർ ബോയ്സ് ഇൻ ദ ക്ലാസ് അല്ലെ? ഓപ്ഷൻ എ ആണ്, രാജീവ് ഈസ് ടാളർ ദാൻ ഓൾ അതർ ബോയ്സ് ഇൻ ദ ക്ലാസ്. ഇനി 88ാമത്തെ ചോദ്യം. ഗ്രൂപ്പ് ഓഫ് സോൾജേഴ്സ് ഈസ് കോൾഡ്. എന്താ? ട്രൂപ്പ് അല്ലെ? ഏതാ? ട്രൂപ്പ് ആണ്. ഇനി പിക്ക് ഔട്ട് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ഫ്രം ദി ഫോളോയിങ്. തന്നിരിക്കുന്നതിൽ കറക്റ്റ് സ്പെല്ലിംഗ് ചെയ്തിരിക്കുന്ന വേർഡ് ഏതാ? ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ്. ഇനി 90ാമത്തെ ചോദ്യം ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഡു യു നോ ദ ആൻസർ? റിത ആസ്ക്ഡ് രമേശ് ഡു യു നോ ദ ആൻസർ. എന്താ വരുന്നത്? ഓപ്ഷൻ ഡി ആണ്, റിത ആസ്ക്ഡ് രമേശ് വെദർ ഹി ന്യൂ ദ ആൻസർ. ഇനി മലയാളമാണ്. വിപരീത പദം എഴുതുക. ശുദ്ധം എന്നതിന്റെ വിപരീത പദം എന്താണ്? ശുദ്ധം എന്നതിന്റെ വിപരീതം ചോദിച്ചാൽ ഏതാ വരിക? അശുദ്ധമാട്ടോ. ഓപ്ഷൻ ബി ആണ്, അശുദ്ധമാണ്. ഇനി കൂടിച്ചേരാനുള്ള സ്ഥലം എന്ന അർത്ഥം വരുന്ന വാക്ക് ഏതാണ്? കൂടിച്ചേരാനുള്ള സ്ഥലം എന്ന് അർത്ഥം വരുന്ന വാക്ക് ഏതാണ്? ഉദ്ഘാടന വേദി, അനുസ്മരണ വേദി, സംഗമവേദി, സമാപന വേദി. ഏതായിരിക്കും കൂടിച്ചേരാനുള്ളത് എന്ന് അർത്ഥം വരുന്ന ഏതാ? സംഗമം, കൂടിച്ചേരൽ അല്ലെ? സംഗമവേദി. ചേർത്തെഴുതുക. സത്ത് അധികം ഭാവം. എന്താ വരിക? സദ്ഭാവം അല്ലെ? ഓപ്ഷൻ ബി ആണ്, സദ്ഭാവം. ഇനി ശരിയായ ജോഡി ഏതാന്ന് കണ്ടെത്തുക. തോഴി, ആളി, സഖി, മാവ്. അതായത് എന്താ പറയാ, പര്യായപദങ്ങൾ അല്ലെ? തോഴി, ആളി, സഖി. മാവിൻ്റെത് അമ്രം, കേതു. യുദ്ധം, രണം, ആരണ്യകം. മോദിനി, ധരണി, മേനി. ഇതിലേതൊക്കെയാണ് ശരിയായിട്ടുള്ള ജോഡികൾ? ഓപ്ഷൻ എ ആണ്, തോഴി, ആളി, സഖി എന്നുള്ളത് കേട്ടോ ശരിയായിട്ടുള്ളത്. ഇനി എതിർലിംഗം എഴുതുക. ലേഖകൻ എന്നതിന്റെ എതിർലിംഗം എന്താ? ഏതായിരുന്നു? ലേഖിക അല്ലെ? ഓപ്ഷൻ ബി ആണ്, ലേഖികയാണ്. 96ാമത്തെ ചോദ്യം ഒറ്റപ്പദം എഴുതുക. ക്ഷമിക്കാൻ പറ്റാത്തത് ഏതാ? അക്ഷന്തവ്യമാട്ടോ. ഓപ്ഷൻ സി ആണ്, അക്ഷന്തവ്യമാണ്. ക്ഷമിക്കാൻ കഴിയാത്തത് എന്താ? അക്ഷന്തവ്യം. ഇനി പിരിച്ചെഴുതുക. മരങ്ങൾ എന്നത് എങ്ങനെയാ പിരിച്ചെഴുതാം? മരങ്ങൾ എന്നുള്ളത് എങ്ങനെ നമുക്ക് പിരിച്ചെഴുതാം?
മരം അധികം കൾ അല്ലെ, മരം അധികം കൾ. ഓപ്ഷൻ ഡി ആണ് മരം അധികം കള്ളാണ്. ഇനി ശരിയായ പദം എഴുതാൻ വേണ്ടിയിട്ടാണ് അതിഥി എന്ന് ശരിയായിട്ട് എങ്ങനെ എഴുതാം? അതിഥി ദേവി ഓപ്ഷൻ ഡി ആണ് അതിഥി കേട്ടോ. ഓപ്ഷൻ ഡി അതിഥി. ഇനി വിത്ത് ഗുണം 10 ഗുണം എന്ന ചൊല്ലിന് യോജിക്കുന്നത് എന്താ? വിത്ത് ഗുണം 10 ഗുണം എന്നതിന് യോജിക്കുന്നത് എന്താ? പൈതൃകത്തിന്റെ ഗുണം മക്കളിലുണ്ടാകും. പൈതൃകത്തിന്റെ ഗുണം മക്കളിലുണ്ടാകും. ഇനി ടു മെനി കോക്സ് സ്പോയിൽ ദ ബർത്ത് എന്നതിന് സമാനമായ പഴഞ്ചൊല്ല് ഏതാണ്? ടു മെനി കുക്സ് സ്പോയിൽ ദ ബ്രോത്ത് എന്നതിന് സമാനമായ പഴഞ്ചൊല്ല് ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ ബി ആണ് ആളുകൂടിയാൽ പാമ്പ് ചാകില്ല. ആളുകൂടിയാൽ പാമ്പ് ചാകില്ല. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം കേട്ടോ. ഇത് ഒരു LP സ്കൂൾ ടീച്ചറുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. പിന്നെ എക്സാം നടന്നത് 9/4/2025 കേട്ടോ, ഏപ്രിൽ 9. ഇനി ഒന്നാമത്തെ ചോദ്യം ഇതാണ്: താഴെ പറയുന്നവയിൽ കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ പ്രസിദ്ധീകരണം അല്ലാത്തത് ഏതാണ്? അല്ലാത്തത് കേട്ടോ. തന്നിരിക്കുന്നതിൽ കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ പ്രസിദ്ധീകരണം അല്ലാത്തത് ഏതാണ്? 1 നാലാഗമങ്ങൾ, അഭിനവ കേരളം, ഇടയനാടകങ്ങൾ. 4-മത്തത് ആദി ഭാഷ കേട്ടോ. ഒന്നുകൂടി ഉണ്ട് അവിടെ, സൂം ഔട്ട് ആയതാണ്. ആദി ഭാഷ. ഇതിൽ ഏതൊക്കെയാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ പ്രസിദ്ധീകരണം അല്ലാത്തത്? ഏതൊക്കെയായിരിക്കും? പിന്നെ ഓപ്ഷൻ ബി ആണ് 2ഉം 4ഉം എന്തല്ല? കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ പ്രസിദ്ധീകരണങ്ങളല്ല. അദ്ദേഹത്തിന്റെ പ്രസിദ്ധീകരണങ്ങളാണ് നാലാഗമങ്ങളും അതേപോലെ ഇടയ നാടകങ്ങളും. അഭിനവ കേരളം ആരുടെ പ്രസിദ്ധീകരണമായിരുന്നു? അഭിനവ കേരളം വാഗ്ഭടാനന്ദന്റേതാണ്. ആദി ഭാഷ ആരതാ? ചട്ടമ്പി സ്വാമികൾ അല്ലെ. അഭിനവ കേരളം വാഗ്ഭടാനന്ദനും ആദി ഭാഷ ആരുടെ പ്രസിദ്ധീകരണ? ചട്ടമ്പി സ്വാമികളുടേതുമാണ്. ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം: കൊച്ചിയിൽ നടന്ന ഇലക്ട്രിസിറ്റി സമരത്തിന് കാരണക്കാരനായ ദിവാൻ ആരാം? കൊച്ചിയിൽ നടന്ന ഇലക്ട്രിസിറ്റി സമരത്തിന് കാരണക്കാരനായ ദിവാൻ ആരാ? ഓപ്ഷൻ സി ആണ് ആർ ഷൺമുഖം ചെട്ടി ആട്ടോ. ആരാ? ആർ ഷൺമുഖം ചെട്ടിയാണ്. ഇനി ഗംഗാതീരത്തു നിന്നും എല്ലാ നല്ല വസ്തുക്കളും വലിച്ചെടുത്ത് തെയിംസ് നദിക്കരയിൽ പിഴിഞ്ഞു കളയുന്ന ഒരു സ്പോഞ്ച് പോലെയാണ് നമ്മുടെ വ്യവസ്ഥ പ്രവർത്തിക്കുന്നത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയത് ആരാ? ഗംഗാതീരത്തു നിന്നും എല്ലാ നല്ല വസ്തുക്കളും വലിച്ചെടുത്ത് തെയിംസ് നദിക്കരയിൽ പിഴിഞ്ഞു കളയുന്ന ഒരു സ്പോഞ്ച് പോലെയാണ് നമ്മുടെ വ്യവസ്ഥ പ്രവർത്തിക്കുന്നത് എന്ന് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാ? ഓപ്ഷൻ ഡി ആണ് ജോൺ സള്ളിവൻ ആട്ടോ. ആരാ? ജോൺ സള്ളിവൻ ആണ്. ഇനി 4-മത്തെ ചോദ്യം: ഖുദായി ഖിദ്മത് ഖാൻ എന്ന സംഘടനയിലൂടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ സുപ്രധാന ഇടം നേടിയ വ്യക്തി ആരാ? ഖുദായി ഖിദ്മത് ഖാൻ എന്ന സംഘടനയിലൂടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ പ്രധാന ഇടം നേടിയ വ്യക്തി ചോദിച്ചാൽ ആരാ? ഓപ്ഷൻ സി ആണ് ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ ആണ്. 2025 ജനുവരിയിൽ ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട 3 യുദ്ധക്കപ്പലുകൾ ഒരുമിച്ച് കമ്മീഷൻ ചെയ്യപ്പെട്ടു. അവ ഏതൊക്കെയാണ്? 2025 ജനുവരിയിൽ ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട 3 യുദ്ധക്കപ്പലുകൾ ഒരുമിച്ച് കമ്മീഷൻ ചെയ്യപ്പെട്ടു. അവ ഏതൊക്കെയാ? ഓപ്ഷൻ ബി ആണ് INS നീലഗിരി, INS സൂററ്റ്, INS വാഗ്ഷീർ. ഓപ്ഷൻ ബി ആണ്. ഇത് പഠിച്ചു വെച്ചോ, ചിലപ്പോൾ ചോദിക്കാം. 2025 ജനുവരി മാസത്തിൽ ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട 3 യുദ്ധക്കപ്പലുകൾ ഒരുമിച്ച് കമ്മീഷൻ ചെയ്യപ്പെട്ടു. അതേതൊക്കെയാ? INS നീലഗിരി, INS സൂററ്റ്, INS വാഗ്ഷീർ. 6-മത്തെ ചോദ്യം: യുദ്ധത്തിന്റെയും പ്രണയത്തിന്റെയും ദൈവമായിട്ട് മെസപ്പൊട്ടോമിയൻ ജനത ആരാധിച്ചിരുന്നത് ആരെയാണ്? യുദ്ധത്തിന്റെയും പ്രണയത്തിന്റെയും ദൈവമായിക്കൊണ്ട് മെസപ്പൊട്ടോമിയൻ ജനത ആരാധിച്ചിരുന്നത് ആരെയായിരുന്നു? ഓപ്ഷൻ ബി ആണ് ഇനന്നെ ആട്ടോ. ആരാ? ഇനന്നെയാണ്. ഇനി താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏതാന്ന് കണ്ടെത്തുക. രൂപാർ പഞ്ചാബ്, അലാംഗീർപൂർ ഉത്തർപ്രദേശ്, രാഗി ഗാർഹി മധ്യപ്രദേശ്, ധോളവീര ഗുജറാത്ത്. ഇതിൽ തെറ്റായിട്ടുള്ള ജോഡി ഏതാ? ഓപ്ഷൻ സി ആണ് രാഗി ഗാർഹി മധ്യപ്രദേശ് എന്നുള്ളത് എന്താണ്? തെറ്റാണ്. രാഗി ഗാർഹി സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? ഹരിയാനയിലാട്ടോ. എവിടെയാ? ഹരിയാനയിലാണ്. അപ്പോൾ രൂപാർ പഞ്ചാബ്, അലാംഗീർപൂർ ഉത്തർപ്രദേശ്, രാഗി ഗാർഹി ഹരിയാന, ധോളവീര ഗുജറാത്ത്.
ഇനി US ബഹിരാകാശ ഗവേഷണ ഏജൻസിയായ നാസയും ISROയും തമ്മിൽ നടന്ന ബഹിരാകാശ യാത്രക്ക് തയ്യാറെടുക്കുന്ന ഇന്ത്യൻ വിംഗ് കമാൻഡർ ആരാം? US ബഹിരാകാശ ഗവേഷണ ഏജൻസി ആയിട്ടുള്ള നാസയും ഇന്ത്യയുടെ ISROയും സഹകരിച്ച് നടത്തുന്ന ബഹിരാകാശ യാത്രക്ക് തയ്യാറെടുക്കുന്ന ഇന്ത്യൻ വിംഗ് കമാൻഡർ ആരാ? ഓപ്ഷൻ ബി ആണ് ശുഭാംശു ശുക്ല. ആരാ? ശുഭാംശു ശുക്ലയാണ്. 9ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏറ്റവും പുതുതായിട്ട് ക്ലാസിക്കൽ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ഭാഷ അല്ലാത്തത് ഏതാ? താഴെ പറയുന്നതിൽ ഏറ്റവും പുതുതായിക്കൊണ്ട് ക്ലാസിക്കൽ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ഭാഷ അല്ലാത്തത് ഏതാ? ഓപ്ഷൻ എ ആണ് ഭോജ്പൂരി എന്ത് ചെയ്തിട്ടില്ല? ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ചിട്ടില്ല. 10ാമത്തെ ചോദ്യം, ഏത് കലാപവുമായി ബന്ധപ്പെട്ടാണ് കുമ്പളത്ത് ഗോവിന്ദൻ നായർ പടപ്പാട്ട് രചന നിർവഹിച്ചത്? ഏത് കലാപവുമായി ബന്ധപ്പെട്ടിട്ടാണ് കമ്പളത്ത് ഗോവിന്ദൻ നായർ പടപ്പാട്ട് രചിച്ചത്? ഓപ്ഷൻ സി ആണ് മലബാർ കലാപവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇനി പ്രശസ്തമായ കുണ്ടറ വിളംബരം നടന്ന വർഷം ഏതാണ്? പ്രശസ്തമായ കുണ്ടറ വിളംബരം നടന്ന വർഷം എന്നായിരുന്നു? 1809 ജനുവരി 11. 12ാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയിൽ ചരിത്ര സംഭവങ്ങൾ കാലഗണനാക്രമത്തിൽ എഴുതുക. അതായത് കാലഗണനത്തിൽ വരുന്ന ഓപ്ഷൻസ് ഏതാന്നുള്ളത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ഏതാ? നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യാൻ ആൻസർ കണ്ടെത്തുക. ഇതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. സൂററ്റ് പിളർപ്പ്, ലക്നൗ കരാർ, അഹമ്മദാബാദ് മിൽ സമരം, ചൗരി ചൗര സംഭവം. അപ്പോൾ ഇതിന്റെ വർഷങ്ങൾ നോക്കണ്ടേ നമുക്ക്? ഏതൊക്കെ വർഷങ്ങളിലാ? സൂററ്റ് പിളർപ്പ് ഏതാ വർഷം? 1907 ലക്നൗ കരാർ 1916, അഹമ്മദാബാദ് മിൽ സമരം 1918, ചൗരി ചൗര സംഭവം 1922 വർഷങ്ങൾ ഓർത്തു വെക്കുക. ഇനി 13ാമത്തെ ചോദ്യം, താഴെ പറയുന്നതിൽ പശ്ചിമഘട്ട പർവ്വത നിരകളെ സംബന്ധിച്ചിട്ട് ശരി അല്ലാത്തത് ഏതാന്ന് കണ്ടെത്തുക. തെറ്റായ പ്രസ്താവന ഏതാണ്? തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് ഗുജറാത്ത് വരെ 1600 കിലോമീറ്റർ നീളത്തിൽ കാണപ്പെടുന്നു. വടക്ക് നിന്ന് തെക്കോട്ട് എന്ന ക്രമത്തിൽ ഈ പർവ്വതനിരയുടെ ഉയരം കുറഞ്ഞു വരുന്നു. 3 മഹാരാഷ്ട്രയിൽ പശ്ചിമഘട്ട മലനിരകളെ സഹ്യാദ്രി എന്ന് വിളിക്കുന്നു. ഇതിലേതാണ് പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ട് തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാന്ന് കണ്ടെത്തുക. ഇതിലേതാ തെറ്റായിട്ടുള്ള പ്രസ്താവന? വടക്ക് നിന്ന് തെക്കോട്ട് എന്ന ക്രമത്തിൽ ഈ പർവ്വതനിരയുടെ ഉയരം കുറഞ്ഞു വരുന്നു എന്നുള്ളത് എന്താണ്? തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ഈ രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. അപ്പോൾ തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് ഗുജറാത്ത് വരെ 1600 കിലോമീറ്റർ നീളത്തിലാണ് ഏത് കാണപ്പെടുന്നത്? പശ്ചിമഘട്ടം കാണപ്പെടുന്നത്. മഹാരാഷ്ട്രയിൽ പശ്ചിമഘട്ടം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സഹ്യാദ്രി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 14ാമത്തെ ചോദ്യം, ദീർഘകാലമായിട്ട് നടക്കുന്ന അപരദന പ്രക്രിയയിലൂടെ തേയ്മാനം സംഭവിച്ച് രൂപം കൊള്ളുന്ന അവശിഷ്ട പർവ്വതത്തിന് ഉദാഹരണം ഏതാണ്? ദീർഘകാലമായി നടക്കുന്ന അപരദന പ്രക്രിയയിലൂടെ തേയ്മാനം സംഭവിച്ച് രൂപം കൊള്ളുന്ന അവശിഷ്ട പർവ്വതത്തിന് ഉദാഹരണം ചോദിച്ചാൽ ഏതാ? ആരവല്ലി. ഓപ്ഷൻ ബി ആണ്. ആരവല്ലി പർവ്വത നിരയാണ്. 15ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ പൂർവ്വഘട്ടത്തെ മുറിച്ചൊഴുകുന്ന ഉപദ്വീപീയ നദികൾ ഏതൊക്കെയാണ്? തന്നിരിക്കുന്നതിൽ പൂർവ്വഘട്ടത്തെ മുറിച്ചൊഴുകുന്ന ഉപദ്വീപീയ നദികൾ ഏതൊക്കെയാണ്? നർമ്മദ, മഹാനദി, കൃഷ്ണ, താപ്തി. ഇതിൽ പൂർവ്വഘട്ടത്തെ മുറിച്ചൊഴുകുന്ന ഉപദ്വീപീയ നദികൾ ചോദിച്ചാൽ ഏതൊക്കെയാ? 1 മഹാനദി, നമുക്കറിയാം ഒഡീഷയിലൂടെയാണ് ഒഴുകുന്നത്. അതേപോലെ വേറെ ഏതാ? കൃഷ്ണയും ഏതിലൂടെയാ? ആന്ധ്രാപ്രദേശിൽ കൂടെ ഒഴുകുന്നുണ്ട് അല്ലെ? ഇതൊക്കെയാണ് നമ്മളെ കിഴക്ക് ഭാഗം, അതിനെയാണ് നമ്മൾ പൂർവ്വഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ പൂർവ്വഘട്ടത്തെ മുറിച്ചു കിടക്കുന്ന ഉപദ്വീപീയ നദികളാണ് മഹാനദിയും കൃഷ്ണയും. നർമ്മദയും താപ്തിയും എങ്ങോട്ടാ? പടിഞ്ഞാറോട്ടാണ്. അതായത് ഏത് സൈഡാ? നമ്മുടെ പശ്ചിമഘട്ടങ്ങളിലെ സൈഡ് അല്ലെ, നർമ്മദയും താപ്തിയും ഒക്കെ. ഇനി 16ാമത്തെ ചോദ്യം, 1946 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കപ്പെട്ടു. ഏതു കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് രൂപീകരിച്ചത്? ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കപ്പെട്ടത് ഏത് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ്? ഏതായിരുന്നു? ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ്. 17ാമത്തെ ചോദ്യം, 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഇന്ത്യയിൽ ആദ്യമായിക്കൊണ്ട് സമൂഹശാസ്ത്ര പഠന വകുപ്പ് ആരംഭിച്ച സർവകലാശാല ഏതാണ്? 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഇന്ത്യയിൽ ആദ്യമായിക്കൊണ്ട് സാമൂഹ്യശാസ്ത്ര പഠന വകുപ്പ് ആരംഭിച്ച സർവകലാശാല ചോദിച്ചാൽ ഏതാ? ബോംബെ സർവകലാശാലയാണ്. ഇനി 18ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ 76ാമത് റിപ്പബ്ലിക് ദിന ആഘോഷ ചടങ്ങിൽ മുഖ്യ അതിഥിയായിട്ട് പങ്കെടുത്ത രാഷ്ട്ര തലവൻ ആരാണ്?
76ാമത് റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ മുഖ്യ അതിഥിയായിക്കൊണ്ട് പങ്കെടുത്ത രാഷ്ട്ര തലവൻ ആരായിരുന്നു? പ്രഭാവോ സുബിയാന്തോ ഫ്രം ഇന്തോനേഷ്യ അല്ലെ, പ്രഭാവോ സുബിയാന്തോ ഫ്രം ഇന്തോനേഷ്യ. 19ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ ISROയുടെ രണ്ടാമത്തെ ബഹിരാകാശ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായിട്ടുള്ള ISROയുടെ രണ്ടാമത്തെ ബഹിരാകാശ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? കുലശേഖര പട്ടണത്താട്ടോ. എവിടെയാ? കുലശേഖര പട്ടണത്തിലാണ്. 20ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന ഇന്ധനങ്ങളിൽ കലോറിക മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും മികച്ച ഇന്ധനമായിട്ട് കണക്കാക്കാവുന്നത് ഏതാണ്? തന്നിരിക്കുന്ന ഇന്ധനങ്ങളിൽ കലോറിക മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും മികച്ച ഇന്ധനമായിട്ട് കണക്കാക്കപ്പെടുന്നത് ഏതാ? ഹൈഡ്രജൻ അല്ലെ. കലോറിക മൂല്യം കൂടി ഇന്ധനമാണ് ഏത്? ഹൈഡ്രജന്. 21ാമത്തെ ചോദ്യം, കാഴ്ചക്ക് ബുദ്ധിമുട്ടുള്ള ഒരാൾക്ക് നേത്ര വിദഗ്ധൻ കണ്ണട വാങ്ങാനായിട്ട് കൊടുത്ത കുറിപ്പിൽ ഒരു ലെൻസിന്റെ പവർ -2D എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു എങ്കിൽ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ്? 1. അയാളുടെ ഒരു കണ്ണിന് ഹ്രസ്വദൃഷ്ടിയുണ്ട്. 2. ന്യൂനത പരിഹരിക്കാൻ ഒരു കോൺകേവ് ലെൻസാണ് ഉപയോഗിക്കേണ്ടത്. 3. ലെൻസിന്റെ ഫോക്കസ് ദൂരം 0.5 സെന്റിമീറ്റർ ആണ്. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ഇതിൽ 1ഉം 2ഉം മാത്രമേ ഇതിൽ ശരിയായിട്ടുള്ളൂ കേട്ടോ. 1ഉം 2ഉമാണ് ഇതിൽ ശരിയായിട്ടുള്ളത്. 1, അയാളുടെ കണ്ണിന് എന്താ? ഹ്രസ്വദൃഷ്ടിയാണുള്ളത്. അതുപോലെ കോൺകേവ് ലെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. 22ാമത്തെ ചോദ്യം, ഫേസ് കറന്റും ന്യൂട്രൽ കറന്റും തമ്മിൽ വ്യത്യാസത്തിലൂടെ കറന്റ് ലീക്ക് തിരിച്ചറിഞ്ഞ് സർക്യൂട്ട് വിച്ഛേദിക്കുന്ന സംവിധാനത്തിന്റെ പേരെന്താണ്? ഫേസ് കറന്റും ന്യൂട്രൽ കറന്റും തമ്മിലുള്ള വ്യത്യാസത്തിലൂടെ കറന്റ് ലീക്ക് തിരിച്ചറിഞ്ഞ് സർക്യൂട്ട് വിച്ഛേദിക്കുന്ന സംവിധാനത്തിന്റെ പേര് എന്താ? RCCB ആട്ടോ. ഇതാ RCCB ആണ്. ഇനി 23ാമത്തെ ചോദ്യം, വായുവിൽ 50 കിലോഗ്രാം വെയിറ്റ് ഭാരമുള്ള ഒരു വസ്തു മുഴുവനായും ജലത്തിൽ മുങ്ങിയിരിക്കുമ്പോഴുള്ള ഭാരം 30 കിലോഗ്രാം വെയിറ്റ് ആണ് എങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതാന്ന് കണ്ടെത്തുക. ഒന്നാമത്തെ എന്താ? വസ്തുവിനുണ്ടാകുന്ന ഭാരനഷ്ടം 20 കിലോഗ്രാം വെയിറ്റ് ആണ്. 2, ആദേശം ചെയ്ത ജലത്തിന്റെ ഭാരമാണ് 20 കിലോഗ്രാം വെയിറ്റ്. വസ്തുവിന് അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലമാണ് 20 കിലോഗ്രാം വെയിറ്റ്. ഇതിലേതാണ് തെറ്റായിട്ടുള്ളത് അല്ലെ? തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണ് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാ ഇതിൽ തെറ്റായിട്ടുള്ളത്? ഇവയെല്ലാം എന്താണ്? ശരിയായിട്ടുള്ളതാണ്. ഇതിൽ തെറ്റായിട്ട് ഒന്നുമേ ഇല്ല. അപ്പോൾ വസ്തുവിനുണ്ടാകുന്ന ഭാരനഷ്ടം 20 കിലോഗ്രാം വെയിറ്റ്, ആദേശം ചെയ്ത ജലത്തിന്റെ ഭാരം 20 കിലോഗ്രാം വെയിറ്റ്, വസ്തുവിന് അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം ചോദിച്ചാലും എത്ര? 20 കിലോഗ്രാം വെയിറ്റ് ആണ്. 24ാമത്തെ ചോദ്യം, നിശ്ചലാവസ്ഥയിൽ നിന്നും പുറപ്പെടുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗം 4 സെക്കൻഡ് കൊണ്ട് 40 മീറ്റർ പെർ സെക്കൻഡും 8 സെക്കൻഡ് കൊണ്ട് 60 മീറ്റർ പെർ സെക്കൻഡുമായി ഈ സമയ ഇടവേളയിൽ വസ്തുവിനുണ്ടായ സ്ഥാനാന്തരം എത്രയാണ്? നിശ്ചലാവസ്ഥയിൽ നിന്നും പുറപ്പെടുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗം 4 സെക്കൻഡ് കൊണ്ട് 40 മീറ്റർ പെർ സെക്കൻഡും 8 സെക്കൻഡ് കൊണ്ട് 60 മീറ്റർ പെർ സെക്കൻഡുമായാൽ ഈ സമയ ഇടവേളയിൽ വസ്തുവിനുണ്ടാകുന്ന സ്ഥാനാന്തരം എത്രയാണ്? ഓപ്ഷൻ സി ആണ്, 200 മീറ്റർ ആണ്. 25ാമത്തെ ചോദ്യം, ഒരു കാറും അതിന്റെ ഇരട്ടി മാസുള്ള ഒരു ലോറിയും ഒരേ ഗതികോർജത്തിൽ നേർദിശയിൽ പോകുന്നു. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാന്ന് കണ്ടെത്തുക. ഒരു കാറും അതിന്റെ ഇരട്ടി മാസുള്ള ഒരു ലോറിയും ഒരേ ഗതികോർജത്തിൽ നേർദിശയിൽ പോകുന്നുവെങ്കിൽ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണ്? 1, ലോറിക്ക് കാറിനേക്കാൾ വേഗത കൂടുതലായിരിക്കും. 2, കാറിനും ലോറിക്കും ഒരേ വേഗതയായിരിക്കും. 3, ലോറിക്ക് കാറിനേക്കാൾ മൊമെന്റം കൂടുതലായിരിക്കും. 4, കാറിനും ലോറിക്കും ഒരേ മൊമെന്റം ആയിരിക്കും. ഇതിലേതാണ് ശരിയായിട്ടുള്ളത്? ഏതാ? ഓപ്ഷൻ സി ആണ് അല്ലെ. ലോറിക്ക് എന്തായിരിക്കും? കാറിനേക്കാൾ മൊമെന്റം കൂടുതലായിരിക്കും. കാരണം എന്താ? വെയിറ്റ് കൂടുതലാണ്. 26ാമത്തെ ചോദ്യം, നീളത്തിന്റെ യൂണിറ്റുകളെ വലുതിൽ നിന്ന് ചെറുത് വരുന്ന രീതിയിൽ ശരിയായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത് ഏതാന്ന് കണ്ടെത്തുക. നീളത്തിന്റെ യൂണിറ്റുകളെ വലുതിൽ നിന്ന് ചെറുത് വരുന്ന രീതിയിൽ ശരിയായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത് ഏതാണ്? ഓപ്ഷൻ നോക്കുക, കണ്ടെത്തട്ടോ. ഏതാ? ഓപ്ഷൻ സി ആണ്. ഏറ്റവും വലുത് ഏതാ? പാർസെക്. പിന്നെ പ്രകാശവർഷം, ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, കിലോമീറ്റർ. ഓപ്ഷൻ സി ആണ് ആൻസർ. 27ാമത്തെ ചോദ്യം, 2025 ജനുവരി 29 ISRO NVS Note 2 എന്ന ഉപഗ്രഹം ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചു. ഈ ഉപഗ്രഹത്തെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതാന്ന് കണ്ടെത്തുക. തെറ്റാണ് വേണ്ടത്. 1, ഇത് ISROയുടെ ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള 100ാമത്തെ ദൗത്യമാണ്.
2 GSLV F-12 എന്ന റോക്കറ്റാണ് NVS-NOT 2 ഉപഗ്രഹത്തെ വഹിച്ചു കൊണ്ടുപോയത്. 3 ഭൗമ വ്യോമ സമുദ്ര നാവിഗേഷൻ മൊബൈൽ ഉപകരണങ്ങളിലെ ലൊക്കേഷൻ അധിഷ്ഠിത സേവനങ്ങൾ എന്നിവ ഉപഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട ആപ്ലിക്കേഷനുകളാണ്. ഇതിൽ ഏതാണ് തെറ്റായിട്ടുള്ളത്? അതായത് ISROയുടെ NVS-NOT 2 എന്ന ഉപഗ്രഹവുമായിട്ട് ബന്ധപ്പെടാത്ത പ്രസ്താവന ഏതാണ് കണ്ടെത്താൻ വേണ്ടിയിട്ട്. എന്താ ഏതായിരിക്കും തെറ്റായിട്ടുള്ളത്? ഒന്നാമത്തെ എന്താ പറഞ്ഞേക്കുന്നത്? ISROയുടെ ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള 100ാമത്തെ ദൗത്യമാണ് ഏത്? NVS-NOT 2 എന്ന് പറയുന്നത് ശരിയാണ്. 2 GSLV F-12 അല്ല, F-15 ആട്ടോ. ഏതാ? F-15 ആണ് പിന്നെ NVS-NOT 2 ഉപഗ്രഹത്തെ വിക്ഷേപിച്ചു കൊണ്ടുപോയ വാഹനം എന്ന് പറയുന്നത്. അപ്പൊ രണ്ടാമത്തെ പ്രസ്താവന F-12 എന്നുള്ളത് തെറ്റാണ്, F-15 ആണ്. ഭൗമ വ്യോമ സമുദ്ര നാവിഗേഷൻ മൊബൈൽ ഉപകരണങ്ങളിലെ ലൊക്കേഷൻ അധിഷ്ഠിത സേവനങ്ങൾ എന്നിവ ഉപഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട ആപ്ലിക്കേഷനുകളാണ്. 28ാമത്തെ ചോദ്യം, ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ ജോൺ ഹോപ്ഫീൽഡ്, ജെഫ്രി ഹിൻടൺ എന്നിവർക്ക് ലഭിച്ചത് എന്തിന്റെ കണ്ടുപിടുത്തത്തിനാണ്? 2024 ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ ജോൺ ഹോപ്ഫീൽഡ്, ജെഫ്രി ഹിൻടൺ എന്നിവർക്ക് ലഭിച്ചത് എന്തിന്റെ കണ്ടുപിടുത്തത്തിനാണ്? എന്തിന്റെയാ? ഓപ്ഷൻ എ ആണ്, നിർമ്മിത ന്യൂറൽ ശൃംഖല അടിസ്ഥാനമാക്കിയുള്ള മെഷീൻ ലേണിംഗിനാണ്. ഇനി 29ാമത്തെ ചോദ്യം, ഒരു ആറ്റത്തിലെ ന്യൂക്ലിയോണുകളുടെ ആകെ എണ്ണമാണ് ഡാഷ്. ഒരാറ്റത്തിലെ ന്യൂക്ലിയോണുകളുടെ ആകെ എണ്ണമാണ് എന്തെന്ന് പറയുന്നത്? മാസ് സംഖ്യ എന്ന് പറയുന്നത്, അല്ലെ? മാസ് സംഖ്യ എന്ന് പറയുന്നത്. ഇനി 30ാമത്തെ ചോദ്യം, ഒരു മൂലകം തന്നിട്ട്, ഒരു മൂലകത്തിന്റെ പ്രതീകം തന്നിട്ട് അതിന്റെ മുകളില് ഇടതുവശത്ത് മുകളിലായിട്ട് കാണുന്നത് അതിന്റെ മാസ് നമ്പർ ആയിരിക്കും, ഇടതുവശത്ത് താഴെയായിട്ട് കാണുന്നത് ഏതായിരിക്കും? അതിന്റെ അറ്റോമിക നമ്പറുമായിരിക്കും. ഇവിടെ ഇങ്ങനെ തന്നിട്ടുണ്ട് നമുക്ക്. ഇതിലെ പ്രോട്ടോണുകളുടെ എണ്ണം, ന്യൂട്രോണുകളുടെ എണ്ണം, ഇലക്ട്രോണുകളുടെ എണ്ണം ഇവ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഒരു മൂലകത്തിന്റെ പ്രതീകം തന്നിട്ട് അതിന്റെ ഇടതുവശത്ത് മുകളിൽ കാണുന്നതാണെങ്കിൽ ഏതാ? അത് മാസ് നമ്പർ ആയിരിക്കും. താഴെ കാണുന്നത് എന്താ? അത് അറ്റോമിക നമ്പർ ആയിരിക്കും. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? ഇതിലെ പ്രോട്ടോണുകളുടെ എണ്ണം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെ? ഇങ്ങനെ തന്നിട്ട് ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം ചോദിക്കാന്നുണ്ടെങ്കിലും അറ്റോമിക നമ്പർ ചോദിക്കാന്നുണ്ടെങ്കിലും ഇലക്ട്രോണുകളുടെ എണ്ണം ചോദിക്കാന്നുണ്ടെങ്കിലും സെയിം ആയിരിക്കും. ഏതാ? നമ്മൾ പറഞ്ഞു, ഇലക്ട്രോണുകളുടെ എണ്ണവും പ്രോട്ടോണുകളുടെ എണ്ണവും അറ്റോമിക നമ്പറും സെയിം ആയിരിക്കും. അപ്പോൾ മൂലകത്തിന്റെ പ്രതീകം തന്നിട്ട് മുകളിൽ തന്നിരിക്കുന്നത് ഏത്? മാസ് നമ്പർ ആയിരിക്കും. താഴെ കാണുന്നത് ഏതായിരിക്കും? അത് അറ്റോമിക നമ്പർ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് പ്രോട്ടോൺ ആണ്. പ്രോട്ടോണുകളുടെ എണ്ണം എന്ന് പറഞ്ഞാലും ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറഞ്ഞാലും അറ്റോമിക നമ്പർ ചോദിച്ചാലും സെയിം ആണ്. ഏതാ? 6 ആയിരിക്കും. രണ്ടാമത് കണ്ടുപിടിക്കേണ്ട ഏതാ? ന്യൂട്രോണുകളുടെ എണ്ണം, അല്ലെ? ന്യൂട്രോണുകളുടെ എണ്ണം എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക നമ്പർ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ന്യൂട്രോണുകളുടെ എണ്ണം കിട്ടും. അതായത് ഇവിടെ തന്നിരിക്കുന്ന C എന്ന മൂലകത്തിന്റെ സൂചിപ്പിക്കുന്നത് 14 എന്ന് പറയുന്നത് എന്താ? അത് മാസ് നമ്പർ ആണ്. 6 എന്ന് പറയുന്നത് അറ്റോമിക നമ്പർ ആണ്. ഇത് രണ്ടും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 14ൽ നിന്ന് 6 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ആറ്റത്തിലെ ന്യൂട്രോണുകളുടെ എണ്ണം കിട്ടും. അപ്പോൾ 14ൽ നിന്ന് 6 പോയാൽ എത്ര? 8 ആണ്. അതാണ് ഇതിലെ ന്യൂട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത്. അവസാനം കണ്ടുപിടിക്കേണ്ടത് എന്താ? ഇലക്ട്രോണുകളാണ്. ഇലക്ട്രോണും പ്രോട്ടോണും എന്താണ്? തുല്യമായിരിക്കും. അപ്പൊ ഏതാ? 6 തന്നെയാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ എ ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരും, അല്ലെ? ഓപ്ഷൻ എ ആണ്, 6, 8, 6 എന്നുള്ളതാണ്. ഇനി 31ാമത്തെ ചോദ്യം, അലൂമിനിയത്തിന്റെ മുഖ്യ അയിര് ഏതാണ്? അലൂമിനിയത്തിന്റെ മുഖ്യ അയിര് ചോദിച്ചാൽ ഏത്? ഓപ്ഷൻ സി ആണ്, ബോക്സൈറ്റ്, അല്ലെ? ബോക്സൈറ്റ് ആണ്. 32ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ ഏതിലാണ് എത്തനോയിക് ആസിഡ് അടങ്ങിയിട്ടുള്ളത്? തന്നിരിക്കുന്നതിൽ ഏതിലാണ് എത്തനോയിക് ആസിഡ് അടങ്ങിയിട്ടുള്ളത്? ഓപ്ഷൻ ഡി ആണ്, വിനാഗിരിയിലാണ്. 33ാമത്തെ ചോദ്യം, ആരാണ് ഓക്സിജൻ ഗ്യാസ് കണ്ടുപിടിച്ചത്? ആരാണ് ഓക്സിജൻ ഗ്യാസ് കണ്ടുപിടിച്ചത്? ആരാ? ഓപ്ഷൻ എ ആണ്, ജോസഫ് പ്രീസ്റ്റ്ലി ആണ്. 34ാമത്തെ ചോദ്യം, ഒരു ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ മൂല്യം കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന പ്രമാണ ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ ഏതൊരു താപനിലയിലും ഡാഷ് ആയിട്ട് നിശ്ചയിച്ചിരിക്കുന്നു? ഒരു ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ മൂല്യം കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന പ്രമാണ ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ ഏതൊരു താപനിലയിലും ഡാഷ് ആയിട്ട് നിശ്ചയിച്ചിരിക്കുന്നു? ഏതാ? ഓപ്ഷൻ ബി ആണ്, 0 വോൾട്ട് ആയിട്ട് നിശ്ചയിച്ചിരിക്കുന്നു. 0 വോൾട്ട് ആയിട്ട് നിശ്ചയിച്ചിരിക്കുന്നു. 35ാമത്തെ ചോദ്യം, കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ദ്വിബന്ധനമുള്ള
കാർബണിക സംയുക്തത്തിന് ഉദാഹരണം ഏതാ? കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ദ്വിബന്ധനമുള്ള കാർബണിക സംയുക്തത്തിന് ഒരു ഉദാഹരണം ഏതാ? ഓപ്ഷൻ സി ആട്ടോ. ഓപ്ഷൻ സി ആണ്. C2H4 എന്ന് പറഞ്ഞാൽ എന്താ? ഈത്തൈൻ അല്ലേ? ഇത്തലീൻ അല്ലെങ്കിൽ ഈത്തൈൻ ആണ് C2H4 എന്ന് പറയുന്നത്. 36ാമത്തെ ചോദ്യം, ഒരു സ്ഥിര താപനിലയിൽ ഒരു വാതകത്തിന് ഒരു ലായകത്തിലുള്ള ലേയത്വം വാതകത്തിന്റെ ഭാഗിക മർദ്ദത്തിന് നേർ അനുപാതത്തിലായിരിക്കും എന്ന് പ്രസ്താവിക്കുന്ന നിയമം ഏതാണ്? ഒരു സ്ഥിര താപനിലയിൽ ഒരു വാതകത്തിന് ഒരു ലായകത്തിലുള്ള ലേയത്വം വാതകത്തിന്റെ ഭാഗിക മർദ്ദത്തിന് നേർ അനുപാതത്തിലായിരിക്കും എന്ന് പ്രസ്താവിക്കുന്ന നിയമം ഏതാ? ഹെൻറി നിയമമാണ്. ഓപ്ഷൻ എ ആണ്, ഹെൻറി നിയമമാണ്. 37ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന ഘടകങ്ങളിൽ ഏതാണ് ഒരു രാസപ്രവർത്തനത്തിന്റെ നിരക്കിനെ സ്വാധീനിക്കാത്തത്? തന്നിരിക്കുന്ന ഘടകങ്ങളിൽ ഏതാണ് ഒരു രാസപ്രവർത്തനത്തിന്റെ നിരക്കിനെ സ്വാധീനിക്കാത്തതെന്ന് ചോദിച്ചാൽ ഏതാ? നിറമാണ്. ഏതാ? നിറമാണ്. അപ്പോൾ അഭികാരകങ്ങളുടെ ഗാഢത, താപനില, ഉൽപ്രേരകം ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു രാസപ്രവർത്തനത്തിന്റെ നിരക്കിനെ സ്വാധീനിക്കുന്നുണ്ട്. 38ാമത്തെ ചോദ്യം, മനുഷ്യകർണത്തിലെ കോർട്ടിയുടെ അവയവത്തിൽ കാണപ്പെടുന്ന രോമകോശങ്ങളുടെ മുകളിലെ സ്തരത്തിന്റെ പേരെന്താ? മനുഷ്യകർണത്തിലെ കോർട്ടിയുടെ അവയവത്തിൽ കാണപ്പെടുന്ന രോമകോശങ്ങളുടെ മുകളിലെ സ്തരത്തിന്റെ പേര് എന്താ? ഓപ്ഷൻ സി ആണ്, ടെക്ടോറിയൽ സ്തരമാണ്. ഏതാ? ടെക്ടോറിയൽ സ്തരമാണ്. 39ാമത്തെ ചോദ്യം, ഹ്യൂമൻ ബ്ലാസ്റ്റോസിസ്റ്റിലെ പുറംപാളിയുടെ പേരെന്താ? ഹ്യൂമൻ ബ്ലാസ്റ്റോസിസ്റ്റിലെ പുറംപാളിയുടെ പേര് എന്താ? ഓപ്ഷൻ എ ആണ്, പോഷകാരകമാണ്. എന്താ? പോഷകാരകം. 40ാമത്തെ ചോദ്യം, തുറന്ന രക്തപര്യന വ്യവസ്ഥ കാണപ്പെടുന്ന ജീവികൾ ഏതൊക്കെയാണ്? തുറന്ന രക്തപര്യന വ്യവസ്ഥ കാണപ്പെടുന്ന ജീവികൾ ഏതൊക്കെയാണ്? ചെമ്മീനും തേനീച്ചയും. ഓപ്ഷൻ ഡി ആണ്, ചെമ്മീനും തേനീച്ചയുമാണ്. ഇനി കവിൾ ഭാഗത്ത് കാണപ്പെടുന്ന ഉമിനീർ ഗ്രന്ഥിയുടെ പേരെന്താണ്? കവിൾ ഭാഗത്ത് കാണപ്പെടുന്ന ഉമിനീർ ഗ്രന്ഥിയുടെ ഭാഗത്തിന്റെ പേരാണ് കർണപാർശ്വഗ്രന്ഥികളാട്ടോ. ഏതാ? കർണപാർശ്വഗ്രന്ഥികളാണ്. 42ാമത്തെ ചോദ്യം, ജീനിന്റെ ബഹുമുഖത്വം എന്ന സ്വഭാവത്തിന് ഉദാഹരണം ഏതാണ്? ജീനിന്റെ ബഹുമുഖത്വം എന്ന സ്വഭാവത്തിന് ഉദാഹരണം ഏതാ? ഓപ്ഷൻ ഡി ആണ്, ഫിനൈൽ കീറ്റോൺ യൂറിയ. ഏതാ? ഫിനൈൽ കീറ്റോൺ യൂറിയ. 43ാമത്തെ ചോദ്യം, ചില ലൈംഗിക പകർച്ചവ്യാധികളുടെ പ്രത്യേകതകൾ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളതെന്ന് കണ്ടുപിടിക്കുക. ഒന്നെന്താ? ജെനിറ്റൽ ഹെർപ്പിസ് പൂർണ്ണമായിട്ട് ഭേദമാക്കാൻ കഴിയും. 2 പറങ്കിപ്പുണ്ണ് പൂർണ്ണമായിട്ട് ഭേദമാക്കാൻ കഴിയും. 3 ഹെപ്പറ്റൈറ്റിസ് ബി പൂർണ്ണമായിട്ട് ഭേദമാക്കാൻ കഴിയില്ല. 4 ഗൊണേറിയ പൂർണ്ണമായിട്ട് ഭേദമാക്കാൻ കഴിയില്ല. ഇതിൽ ഏതൊക്കെയാണ് ശരി, ഏതൊക്കെയാണ് തെറ്റ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നെന്താ പറഞ്ഞത്? ജെനിറ്റൽ ഹെർപ്പിസ് പൂർണ്ണമായിട്ട് ഭേദമാക്കാൻ കഴിയോ? തെറ്റ്, കഴിയില്ല. 2 പറങ്കിപ്പുണ്ണ് പൂർണ്ണമായിട്ട് ഭേദമാക്കാൻ കഴിയും. പറങ്കിപ്പുണ്ണ് പൂർണ്ണമായിട്ടും ഭേദമാക്കാൻ കഴിയും, ശരിയാണ്. ഹെപ്പറ്റൈറ്റിസ് ബി പൂർണ്ണമായിട്ട് ഭേദമാക്കാൻ കഴിയില്ല, ശരിയാണ്. ഗൊണേറിയ പൂർണ്ണമായിട്ട് ഭേദമാക്കാൻ കഴിയില്ല, തെറ്റ്, കഴിയും. അപ്പോൾ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാ? 2ഉം 3ഉമാണ് ഇതിൽ ശരിയായിട്ടുള്ളത്. 1ഉം 4ഉം തെറ്റാണ്. ജെനിറ്റൽ ഹെർപ്പിസ് പൂർണ്ണമായിട്ട് ഭേദമാക്കാൻ കഴിയില്ല. പറങ്കിപ്പുണ്ണ് പൂർണ്ണമായിട്ടും ഭേദമാക്കാൻ കഴിയും. ഹെപ്പറ്റൈറ്റിസ് ബി പൂർണ്ണമായിട്ട് ഭേദമാക്കാൻ കഴിയില്ല. ഗൊണേറിയ പൂർണ്ണമായിട്ട് ഭേദമാക്കാൻ കഴിയും. ഇനി 44ാമത്തെ ചോദ്യം, WWFന്റെ ലിവിംഗ് പ്ലാനറ്റ് റിപ്പോർട്ട് അനുസരിച്ച് കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ വ്യാപകമായിട്ട് വന്യജീവികളുടെ ജനസംഖ്യ എത്ര ശതമാനം വരെ കുറഞ്ഞിട്ടുണ്ട്? WWFന്റെ ലിവിംഗ് പ്ലാനറ്റ് റിപ്പോർട്ട് അനുസരിച്ച് കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ വ്യാപകമായിട്ട് വന്യജീവികളുടെ ജനസംഖ്യ എത്ര ശതമാനം കുറഞ്ഞു എന്ന് ചോദിച്ചാൽ 73% കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 45ാമത്തെ ചോദ്യം, ആസ്പ്രോസിൻ എന്ന പ്രോട്ടീൻ ഹോർമോണിന് മനുഷ്യ ശരീരത്തിലുള്ള ധർമ്മം എന്താണ്? ആസ്പ്രോസിൻ എന്ന പ്രോട്ടീൻ ഹോർമോണിന് മനുഷ്യ ശരീരത്തിലുള്ള ധർമ്മം എന്താ? ഓപ്ഷൻ ബി ആണ്, കരളിൽ നിന്ന് ഗ്ലൂക്കോസ് റിലീസ് ചെയ്യുന്നത് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് കേട്ടോ. കരളിൽ നിന്ന് ഗ്ലൂക്കോസ് റിലീസ് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇതിൽ GK ക്വസ്റ്റ്യൻസിൽ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലോ. ബൈൻഡർ എന്ന് പറയുന്ന ഒരു എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഒന്നാമത്തെ ചോദ്യം, രൂപീകരണ പ്രക്രിയയുടെ അടിസ്ഥാനത്തിൽ ശിലകളെ പ്രധാനമായിട്ട് 3 ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു.
അത്തരം ശിലകളുടെ പേരും അവയ്ക്ക് ഉദാഹരണങ്ങളും താഴെ നൽകിയിരിക്കുന്നു. ശരിയായ ജോഡികൾ ഏതൊക്കെയാന്ന് കണ്ടെത്തുക. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള ജോഡികൾ? ആഗ്നേയശില ബസാൾട്ട്, കായാന്തരിക ശിലകൾ ചുണ്ണാമ്പ് കല്ല്, അവസാദ ശിലകൾ ഗ്രാനൈറ്റ്, കായാന്തരിത ശിലകൾ മാർബിൾ. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള ജോഡികൾ? അതായത് ബസാൾട്ട് എന്ന് പറയുന്നത് ആഗ്നേയശിലക്ക് ഉദാഹരണമാണ്. ഇതിൽ ഈ ജോഡികളിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളതെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഏതൊക്കെയാണ് ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഉള്ളത്? ഒന്ന്, ആഗ്നേയശില ഏതാ? ബസാൾട്ട് ശരിയാണോ? ഗ്രാനൈറ്റും ബസാൾട്ടൊക്കെ എന്തിന് ഉദാഹരണമാണ്? ആഗ്നേയശിലകൾക്ക് ഉദാഹരണമാണ്, ശരിയാണ്. കായാന്തരിത ശിലകൾ ചുണ്ണാമ്പ് കല്ല് എന്നുള്ളത് എന്താ? തെറ്റാണ്. ഏതാ? അവസാദ ശിലകൾക്ക് ഉദാഹരണമാണ് ഏത്? ചുണ്ണാമ്പ് കല്ല്. ഗ്രാനൈറ്റ് നമ്മൾ പറഞ്ഞു ഓൾറെഡി, ഏതാ? ബസാൾട്ട് ആണ് അല്ലെ. ഗ്രാനൈറ്റും ബസാൾട്ടൊക്കെ ഏതാ? ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണമാണ്. മാർബിൾ എന്താ? കായാന്തരിത ശിലകൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ ശരിയായിട്ടുള്ളത് 1ഉം 4ഉം മാത്രം അല്ലെ. 1ഉം 4ഉമാണ് ഇതിൽ ശരിയായിട്ടുള്ളത്. ആഗ്നേയ ശില ഏത്? ബസാൾട്ട്, അതേപോലെ കായാന്തരിത ശിലകൾ മാർബിള്. ഇനി ഇന്ത്യൻ ദേശീയതയുടെ ആവിർഭാവത്തിന് വഴിതെളിയിച്ച പ്രധാന സാഹിത്യ കൃതികളുടെയും അവയുടെ എഴുത്തുകാരുടെയും പേരുകൾ ചുവടെ നൽകിയിരിക്കുന്നു. ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക. അപ്പോൾ എഴുതിയ ആളുകളെയും അതുപോലെ അവരുടെ കൃതികളും ബന്ധപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഒന്നാമത്തെ എന്താ? ഗോര, പിന്നെ പാഞ്ചാലി ശപഥം, ഗോദാൻ, നിബന്ധമാല. ഏതാ ഇതിന്റെ ആൻസർ വരുന്നത്? ഒന്നെന്താ? ഗോര ആരാ എഴുതിയത്? ഗോര രവീന്ദ്രനാഥ ടാഗോർ ആണ്. പിന്നെ പാഞ്ചാലി ശപഥം സുബ്രഹ്മണ്യൻ നമ്പൂതിരി. ഗോദാൻ ആരാ? ഗോദാൻ പ്രേംചന്ദ്. നിബന്ധമാല വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ. ഇതൊക്കെ കുറെ പ്രാവശ്യം PSC ചോദിച്ച ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഗോര രവീന്ദ്രനാഥ ടാഗോർ, പാഞ്ചാലി ശപഥം സുബ്രഹ്മണ്യ ഭാരതി, ഗോദാൻ പ്രേംചന്ദ്, നിബന്ധമാല വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ. ഇനി ചുവടെ നൽകിയിരിക്കുന്നതിൽ നിന്ന് ഓപ്പറേഷൻ സുതാര്യതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്താണ്? എന്തുമായി ബന്ധപ്പെട്ടതാണ് ഓപ്പറേഷൻ സുതാര്യത എന്ന് പറയുന്നത്? ഓപ്ഷൻസ് നോക്കാം. കുടുംബശ്രീ ലഞ്ച് ബെൽ പദ്ധതിയുടെ ഭാഗമായിട്ട് ഓൺലൈൻ ഭക്ഷണം ഓർഡർ ചെയ്യാനുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ. പിന്നെ രണ്ടാമത്തത് ഇ ഡിസ്ട്രിക്ട് ഓൺലൈൻ പോർട്ടൽ സംവിധാനം വേണ്ടവിധം പ്രവർത്തിക്കുന്നില്ലെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ സംസ്ഥാന വ്യാപക മിന്നൽ പരിശോധന. ട്രാൻസ്ജെൻഡർ സമൂഹത്തെ സ്വയം പര്യാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കുന്ന തൊഴിൽ നൈപുണ്യ പരിശീലന പദ്ധതി. തിരഞ്ഞെടുപ്പിൽ പോളിംഗ് ഉദ്യോഗസ്ഥരെ സംബന്ധിക്കുന്ന വിവരങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് നാഷണൽ ഇൻഫോമാറ്റിക് സെന്റർ തയ്യാറാക്കിയ പോർട്ടല്. അപ്പോൾ 4 പ്രസ്താവന നടന്നിട്ടുണ്ട്. ഇതിൽ ഓപ്പറേഷൻ സുതാര്യതയുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഏതാന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഏതാ? ഓപ്പറേഷൻ സുതാര്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ ഡിസ്ട്രിക്ട് എന്ന ഓൺലൈൻ പോർട്ടൽ സംവിധാനം വേണ്ട വിധം പ്രവർത്തിക്കുന്നില്ലെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസുകളിൽ നടത്തിയ സംസ്ഥാന വ്യാപക മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ സുതാര്യത എന്ന് അറിയപ്പെടുന്നത്. ഇനി 4ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ആശയങ്ങളിൽ അനുയോജ്യമായത് തെരഞ്ഞെടുക്കുക. 1, ഇന്ത്യയിൽ സ്വകാര്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് BOT അഥവാ ബിൽഡ് ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ, പിന്നെ PPP പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് തുടങ്ങിയ സംരംഭങ്ങൾ ശക്തിപ്പെട്ടു. 2, നിയന്ത്രിത സമ്പദ് വ്യവസ്ഥയിൽ നിന്നും സ്വതന്ത്രമായതും ഉദാരവൽക്കരിക്കപ്പെട്ടതുമായിട്ടുള്ള സമ്പദ് വ്യവസ്ഥയിലേക്ക് മാറി. 3, സമ്പദ് വ്യവസ്ഥയെ ആഗോളവൽക്കരണത്തിലേക്ക് നയിക്കുക എന്നതായിരുന്നു പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ 3 പ്രസ്താവന. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവന? ഏതൊക്കെയാ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായത് അല്ലെ? ഒന്നെന്താ? ഇന്ത്യയിൽ സ്വകാര്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് BOT ബിൽഡ് ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ, അതുപോലെ PPP പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് തുടങ്ങിയ സംരംഭങ്ങൾ ശക്തിപ്പെട്ടു, ശരിയാണ്. നിയന്ത്രിത സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് സ്വതന്ത്രമായതും ഉദാരവൽക്കരിക്കപ്പെട്ടതുമായിട്ടുള്ള സമ്പദ് വ്യവസ്ഥയിലേക്ക് മാറി. അതുപോലെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ആഗോളവൽക്കരണത്തിലേക്ക് നയിക്കുക എന്നതായിരുന്നു പുത്തൻ സാമ്പത്തിക നയ പരിഷ്കാരങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. 3 പ്രസ്താവനകൾ എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. ഇനി 5ാമത്തെ ചോദ്യം, കാർഷിക കാലങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വർഗീകരണത്തിൽ പ്രധാനപ്പെട്ട കാർഷിക വിളയായ ഗോതമ്പ് ഉൾപ്പെടുന്നത് ഏതിലാണ്?
കാർഷിക കാലങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വർഗീകരണത്തിൽ പ്രധാനമായ കാർഷിക വിളയായിട്ടുള്ള ഗോതമ്പ് ഉൾപ്പെടുന്നത് ഏതിലാണ്? റാബി വിള, ഖാരിഫ് വിള, സൈദ് വിള, തിനവിള. ഇതിൽ ഏതിലാണ് ഗോതമ്പ് ഉൾപ്പെടുന്നത്? ഏതിലാ? റാബി വിള അല്ലേ? റാബി വിളയിലാണ്. ഇനി 6ാമത്തെ ചോദ്യം, 18ാം നൂറ്റാണ്ടോടെ ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ 13 കോളനികൾ സ്ഥാപിച്ചു. തുടർന്ന് മെർക്കന്റിലിസം എന്ന വാണിജ്യ നയം കോളനികളിൽ നടപ്പിലാക്കി. താഴെ തന്നിരിക്കുന്ന നിയമങ്ങൾ മെർക്കന്റിലിസ്റ്റിൽ ഉൾപ്പെടാത്തവ ഏതാണെന്ന് തിരിച്ചറിയുക. അതായത് തന്നിരിക്കുന്നതിൽ മെർക്കന്റിലിസ്റ്റ് നിയമത്തിൽ ഉൾപ്പെടാത്തത് ഏതാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട്. 1. കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില, ഗ്ലാസ്, കടലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കം നൽകണം. കോളനികളിലെ ബ്രിട്ടീഷ് സൈന്യത്തെ അത്യാവശ്യ സൗകര്യങ്ങൾ ഇംഗ്ലണ്ട് നൽകുന്നതായിരിക്കും. കോളനികളിലെ ബ്രിട്ടീഷ് സൈന്യത്തിനുള്ള അത്യാവശ്യ സൗകര്യങ്ങൾ ഇംഗ്ലണ്ട് നൽകുന്നതായിരിക്കും. പഞ്ചസാര, കമ്പിളി, പരുത്തി എന്നിവ വിവിധ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കാനുള്ള അനുമതി കോളനികൾക്ക് നൽകി. കോളനികളിലെ നിയമപരമായ പ്രമാണങ്ങളിൽ ഇംഗ്ലണ്ടിന്റെ മുദ്ര പതിപ്പിക്കണം. ഇതിലേതൊക്കെയാണ് മെർക്കന്റിലിസം എന്ന വാണിജ്യ നയത്തിൽ ഉൾപ്പെടാത്തത് ഏതൊക്കെയാണ് കണ്ടെത്തുക? മെർക്കന്റിലിസ്റ്റ് നിയമവുമായിട്ട് ബന്ധപ്പെടാത്തത് ഏതൊക്കെയാ? 1. കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില, ഗ്ലാസ്, കടലാസ് എന്നിവയ്ക്ക് എന്ത് ചെയ്യണം? ഇറക്കുമതി ചുങ്കം നൽകണം. ശരിയാണ്. കോളനികളിലെ ബ്രിട്ടീഷ് സൈന്യത്തിനുള്ള അത്യാവശ്യ സൗകര്യങ്ങൾ ഇംഗ്ലണ്ട് നൽകണം. അത് മെർക്കന്റിലിസ്റ്റ് നിയമത്തിൽ ഉൾപ്പെട്ടതല്ല. 3ാമത്തത്, പഞ്ചസാര, കമ്പിളി, പരുത്തി എന്നിവ വിവിധ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കാനുള്ള അനുമതി കോളനികൾക്ക് നൽകി. അതും തെറ്റാണ്. കോളനികളിലെ നിയമപരമായ പ്രമാണങ്ങളിൽ ഇംഗ്ലണ്ടിന്റെ മുദ്ര പതിപ്പിക്കണം. അതെന്താണ്? മെർക്കന്റിലിസ്റ്റ് നിയമത്തിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഉൾപ്പെടാത്തത് 2ഉം 3ഉമാണ്. ഉൾപ്പെട്ടത് 1ഉം 4ഉമാണ്. ഇനി 7ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന സിനിമകളെയും അവയുടെ സംവിധായകരെയും തിരിച്ചറിഞ്ഞ് ജോഡികൾ ക്രമപ്പെടുത്തുക. ഒരു ഭാഗത്തുള്ളത് കെ സുബ്രഹ്മണ്യം, ടി ആർ സുന്ദരം, എം ടി വാസുദേവൻ നായർ, രാമു കാര്യാട്ട്. ഇപ്പുറത്തെ വശത്ത് സിനിമ കൊടുത്തിട്ടുണ്ട്. ചെമ്മീനി, പ്രഹ്ലാദ, കണ്ടം വെച്ച കോട്ട്, നിർമാല്യ. ഏതാ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്? 1ാമത്തെ എന്താ? കെ സുബ്രഹ്മണ്യം. ഏതാ? പ്രഹ്ലാദ. കെ സുബ്രഹ്മണ്യം, പ്രഹ്ലാദ. ടി ആർ സുന്ദരം, കണ്ടം വെച്ച കോട്ട്. എം ടി വാസുദേവൻ നായർ, നിർമാല്യം. രാമു കാര്യാട്ട്, ചെമ്മീന്. ഓക്കെ, അപ്പോൾ കെ സുബ്രഹ്മണ്യം, പ്രഹ്ലാദ, ടി ആർ സുന്ദരം, കണ്ടം വെച്ച കോട്ട്, എം ടി വാസുദേവൻ നായർ, നിർമാല്യം, രാമു കാര്യാട്ട്, ചെമ്മീന്. അപ്പോൾ ചെമ്മീന്റെ സംവിധായകൻ രാമു കാര്യാട്ട്, പ്രഹ്ലാദയുടെ സംവിധായകൻ കെ സുബ്രഹ്മണ്യം, കണ്ടം വെച്ച കോട്ട് ടി ആർ സുന്ദരം, നിർമാല്യം ആരെ സംവിധാനം ചെയ്തത്? എം ടി വാസുദേവൻ നായർ. ഇനി 8ാമത്തെ ചോദ്യം, കാൽബൈശാഖിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. കാൽബൈശാഖിയുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ. 1. പശ്ചിമ അസ്വസ്ഥത എന്ന പ്രതിഭാസത്തിന് കാരണമാകുന്ന ന്യൂനമർദ്ദമാണിത്. രാജസ്ഥാന്റെ പടിഞ്ഞാറ് ഭാഗത്ത് വീശുന്ന ശക്തമായ പ്രാദേശികവാദമാണിത്. ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടാറുള്ള ഇടിയോടുകൂടിയ ശക്തമായ മഴയാണ്. 4. ആലിപ്പഴ വീഴ്ചയും കാറ്റും പ്രധാനപ്പെട്ട സവിശേഷതകളാണ്. ഇതിൽ കാൽ ബൈശാഖിയുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാ? 1. പശ്ചിമ അസ്വസ്ഥത എന്ന പ്രതിഭാസത്തിന് കാരണമാകുന്നത് ന്യൂനമർദ്ദമാണ് കാൽ ബൈശാഖി എന്ന് പറഞ്ഞാൽ ശരിയാവോ? തെറ്റാണ്. ഇനി രാജസ്ഥാന്റെ പടിഞ്ഞാറ് ഭാഗത്ത് വീശുന്ന ശക്തമായ പ്രാദേശികവാദം തെറ്റാണ്. ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാൾ അനുഭവപ്പെടാറുള്ള ഇടിയോട് കൂടിയിട്ടുള്ള ശക്തമായ മഴയാണ് കാൽ ബൈശാഖി. ശരിയാണ്. ആലിപ്പഴ വീഴ്ചയും കാറ്റും പ്രധാനപ്പെട്ട സവിശേഷതകളാണ്. 3ഉം 4ഉമാണ് ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഇനി 9ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ കണ്ടുപിടിക്കുക. 1. ഹൈക്കോടതികൾക്ക് എല്ലാ കോടതിയുടെയും മേൽനോട്ടത്തിനുള്ള അധികാരമുണ്ടായിരിക്കുമെന്ന് അനുച്ഛേദം 227 പ്രസ്താവിക്കുന്നു. ഹൈക്കോടതിയുടെ അധികാരികത യൂണിയൻ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ പാർലമെന്റിന് അധികാരമുണ്ട്. 1991 69ാം ഭേദഗതിക്ക് ശേഷം ഡൽഹി ദേശീയ തലസ്ഥാന പ്രദേശമായിട്ട് അറിയപ്പെടുന്നു. 4. ദേശീയ പട്ടിക ഗോത്രവർഗ കമ്മീഷനിൽ ഒരു ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും മറ്റ് 3 അംഗങ്ങളും ഉണ്ടായിരിക്കും. 4 പ്രസ്താവനയുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ? ഇതിൽ 1ാമത്തെ പ്രസ്താവനയിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. ഹൈക്കോടതികൾക്ക് എല്ലാ കോടതിയുടെയും മേൽനോട്ടത്തിനുള്ള അധികാരമുണ്ട്. അത്
കീഴ്ക്കോടതികൾക്ക്, അതായത് ഹൈക്കോടതിയുടെ താഴെയുള്ള കോടതികളുടെ മേൽനോട്ടമാണ് ആർക്കുള്ളത്? ഹൈക്കോടതികൾ അല്ലെ, അല്ലാതെ ആരാ? സുപ്രീം കോടതിക്കാ. പക്ഷെ ക്വസ്റ്റ്യനിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇത് ആൻസർ പ്രകാരം ഇത് ശരിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവർ പ്രൊഫഷണൽ ആൻസർ കീ പ്രകാരം ശരിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് എഴുതിയ ആളുകൾ ചലഞ്ച് ചെയ്യാന്നുണ്ടെങ്കിൽ അത് മാറുന്നതായിരിക്കും. ഇനി ഹൈക്കോടതിയുടെ ആധികാരികത യൂണിയൻ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കാൻ ആർക്ക് അധികാരമുണ്ട്? പാർലമെന്റിന് അധികാരമുണ്ട്. 1991 69 ഭേദഗതിക്ക് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ഡൽഹി ഒരു ദേശീയ തലസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്നത്. അതുപോലെ ദേശീയ പട്ടിക ഗോത്രവർഗ കമ്മീഷനിൽ ഒരു ചെയർമാനും ഒരു ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും മറ്റ് 3 അംഗങ്ങളും ഉണ്ടായിരിക്കും. ടോട്ടൽ 5 പേരുണ്ടായിരിക്കും. അതും ശരിയാണ്. അപ്പോൾ ഇതിൽ എല്ലാ പ്രസ്താവനകളും ശരിയാണ് എന്നാണ് പ്രൊഫഷനിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒന്നാമത്തെ പ്രസ്താവന ചെറിയൊരു പ്രശ്നമുണ്ട്, നോക്കാം ഫൈനൽ കീ വരുന്ന സമയത്ത്. ഇനി 10ാമത്തെ ചോദ്യം, പണബില്ലുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏതൊക്കെയാന്ന് കണ്ടെത്തുക. പണബില്ലുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായത് അനുച്ഛേദം 108 പ്രകാരം ഓരോ പണബില്ലും രാജ്യസഭയിലേക്ക് അയച്ചു കൊടുക്കേണ്ടതാണ്. അനുച്ഛേദം 111 പ്രകാരം പണബില്ല് രാഷ്ട്രപതിയുടെ അനുമതിക്ക് അയക്കേണ്ടതാണ്. ഒരു ബില്ല് പണബില്ല് എന്ന് തീരുമാനിക്കുന്നത് ലോക്സഭാ സ്പീക്കറാണ്. ഭാരതത്തിന്റെ സഞ്ചിത നിധിയിൽ നിന്നുള്ള പണത്തിന്റെ വിനിയോഗം പണബില്ലുകളുടെ നിർവചനത്തിൽ ഉൾപ്പെടുന്നു. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവന? മണി ബില്ലുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ. അനുച്ഛേദം 108 പ്രകാരം ഓരോ പണബില്ലും രാജ്യസഭയിലേക്ക് അയച്ചു കൊടുക്കേണ്ടതാണ് എന്ന് പറഞ്ഞാൽ ശരിയാവൂ? അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല, അത് തെറ്റാണ്. അനുച്ഛേദം 111 പ്രകാരം പണബില്ല് രാഷ്ട്രപതി അനുമതിക്ക് അയക്കണം, ശരിയാണ്. ഒരു ബില്ല് പണബില്ല് എന്ന് തീരുമാനിക്കുന്ന ആരാ? ലോക്സഭയുടെ സ്പീക്കർ തന്നെയാണ്. ഭാരതത്തിന്റെ സഞ്ചിത നിധിയിൽ നിന്നുള്ള പണത്തിന്റെ വിനിയോഗം പണബില്ലുകളുടെ നിർവചനത്തിൽ ഉൾപ്പെടുന്നു. ബാക്കി 3 പ്രസ്താവന ബിയും സിയും ഡിയും ശരിയാണ്, എ തെറ്റാണ്. ഇനി കേരള സംസ്ഥാന വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ടവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാന്ന് കണ്ടെത്തുക. 1, ഒരു ചെയർപേഴ്സണും 6ൽ കൂടുതലല്ലാത്ത മറ്റ് അംഗങ്ങളും. 2, കമ്മീഷനിൽ 2 പേർ പട്ടികജാതിയിലോ പട്ടികവർഗത്തിലോ പെടുന്ന വനിതയായിരിക്കണം. ഓരോ അംഗവും 5 വർഷത്തേക്ക് ഉദ്യോഗം വഹിക്കുന്നു. കമ്മീഷന്റെ ഒരു യോഗത്തിന്റെ കോറം 4 ആയിരിക്കേണ്ടതാണ്. ഇതിൽ വനിതാ കമ്മീഷനുമായി ബന്ധമില്ലാത്ത പ്രസ്താവന അല്ലെ, ബന്ധമില്ലാത്ത പ്രസ്താവന എന്ന് പറയുന്നത് ഏതാ? ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ്. അതായത് കമ്മീഷനിൽ 2 പേര് പട്ടികജാതിയിലോ പട്ടികവർഗത്തിലോ ഉൾപ്പെടുന്ന വനിതയായിരിക്കണം എന്നുള്ളത് തെറ്റാണ്. ബാക്കി അപ്പോൾ ശരിയായതൊക്കെ പഠിച്ചു വെക്കുക. ഒരു ചെയർപേഴ്സണും 6ൽ കൂടുതലല്ലാത്ത മറ്റു അംഗങ്ങളും. ഓരോ അംഗവും 5 വർഷത്തേക്ക് ഉദ്യോഗം വഹിക്കുന്നു. കമ്മീഷന്റെ ഒരു യോഗത്തിന്റെ കോറം എന്ന് പറയുന്നത് 4 ആണ്. ഇനി കേരളത്തിലെ നിലവിലെ വ്യാവസായിക വകുപ്പ് മന്ത്രി ആരാ? കേരളത്തിന്റെ നിലവിലെ വ്യവസായ വകുപ്പ് മന്ത്രി ചോദിച്ചാൽ ആരാ? വ്യവസായം കൈകാര്യം ചെയ്യുന്നത് ആരാ? നമ്മുടെ പി രാജീവാണ്. ഇനി എൻ വാസവനാണെങ്കിൽ ഏതാ? വി എൻ വാസവനാണെങ്കിൽ സഹകരണ വകുപ്പ്. കൃഷ്ണൻകുട്ടി ആണെങ്കിൽ വൈദ്യുതിയാണ്. സജി ചെറിയാനാണെങ്കിൽ ഏതാ? ഫിഷറീസ് യുവജനകാര്യക്കാരാ ചെയ്യുന്നത്. സജി ചെറിയാനാണ്. 13ാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാന്ന് കണ്ടെത്തുക. മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ. മസ്തിഷ്കത്തെ പൊതിഞ്ഞു കാണുന്ന സ്ഥലപാളിയാണ് മെനിഞ്ചസ്. സുഷുമ്നാ നാഡിയെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന സ്ഥലപാളിയാണ് മെനിഞ്ചസ്. മസ്തിഷ്കത്തിലും സുഷുമ്നാ നാഡിയിലും CSF എന്ന ദ്രാവകം കാണപ്പെടുന്നു. അപ്പൊ 3 പ്രസ്താവന. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ? 1, മസ്തിഷ്കത്തെ പൊതിഞ്ഞു കാണുന്ന സ്ഥലപാളിയാണ് ഏത്? മെനിഞ്ചസ്, ശരിയാണ്. സുഷുമ്നാ നാഡിയെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന സ്ഥലപാളികളാണ് ഏത്? മെനിഞ്ചസ് എന്നറിയപ്പെടുന്നത്. മസ്തിഷ്കത്തിലും സുഷുമ്നാ നാഡിയിലും CSF എന്ന ദ്രാവകം കാണപ്പെടുന്നു, അഥവാ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് അല്ലെ, അതെന്താണ്? ശരിയാണ്. 3 പ്രസ്താവനകളും ശരിയാണ്. ഇനി താഴെ തന്നിരിക്കുന്നവയിൽ ജീവകങ്ങളുടെയോ ധാതുക്കളുടെയോ അപര്യാപ്തതയിലൂടെ അല്ലാതെ ഉണ്ടാകുന്ന രോഗം ഏതാ? താഴെ തന്നിരിക്കുന്നവയിൽ ജീവകങ്ങളുടെയോ ധാതുക്കളുടെയോ അപര്യാപ്തതയിലൂടെ അല്ലാതെ ഉണ്ടാകുന്ന രോഗം ഏതാ? നിശാന്തതയുണ്ട്, സിക്കിൾ സെൽ അനീമിയ ഉണ്ട്, ഗോയിറ്റർ ഉണ്ട്, സീറോ ഓഫ് താൽമിയ ഉണ്ട്. ഓപ്ഷൻ ബി ആണ് സിക്കിൾ സെൽ അനീമിയ കേട്ടോ. ഇതെന്താണ്? ഓപ്ഷൻ ബി ആണ്, സിക്കിൾ സെൽ അനീമിയ ആണ്. ഇനി 15ാമത്തെ ചോദ്യം, ഭൂമിയുടെ 4/1 ആരമുള്ള ഒരു ഗ്രഹത്തിന്റെ മാസ് ഭൂമിയുടെ മാസിന്റെ പകുതിയാണെങ്കിൽ അതിലെ ഗുരുത്വാകർഷണ ത്വരണം ഭൂമിയുടേതിന്റെ എത്ര മടങ്ങായിരിക്കുന്നു? ഭൂമിയുടെ 4/1 ആരമുള്ള ഒരു ഗ്രഹത്തിന്റെ
മാസ് ഭൂമിയുടെ മാസിന്റെ പകുതിയാണെങ്കിൽ അതിലെ ഗുരുത്വാകർഷണ ത്വരണം ഭൂമിയുടേതിന്റെ എത്ര മടങ്ങ് ആയിരിക്കും? ഓപ്ഷൻ സി ആണ് 8 മടങ്ങായിരിക്കും. ഒരു ഗോളീയ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം 10 സെന്റിമീറ്റർ ആണെങ്കിൽ അതിന്റെ വക്രത ആരം എത്രയാണ്? ഒരു ഗോളീയ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം 10 സെന്റിമീറ്റർ ആണെങ്കിൽ അതിന്റെ വക്രത ആരം എത്രയായിരിക്കും? 20 സെന്റിമീറ്റർ ആണ്. ആറ്റത്തിന്റെ സൗരയുധ മാതൃക ആവിഷ്കരിച്ചത് ആരാണ്? ആറ്റത്തിന്റെ സൗരയുധ മാതൃക ആവിഷ്കരിച്ചത് ആരായിരുന്നു? ഓപ്ഷൻ ബി ആണ്, റൂദർഫോർഡ് ആണ്. ഇനി ഹാലജൻ കുടുംബം എന്നറിയപ്പെടുന്നത് ഏത് ഗ്രൂപ്പ് മൂലകങ്ങളാണ്? ഹാലജൻ ഗ്രൂപ്പ് മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത്, ഹാലജൻ കുടുംബം എന്നറിയപ്പെടുന്ന മൂലകം അല്ലെങ്കിൽ ഏത് ഗ്രൂപ്പാന്ന് ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ ഡി ആണ്, 17ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ് ഹാലജൻ കുടുംബം എന്ന് അറിയപ്പെടുന്നത്. ഇനി താഴെ തന്നിരിക്കുന്നവയിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലാത്തത് ഏതാണ്? OS അല്ലാത്തത് ഏതാണ്? വിൻഡോസ്, യൂണിക്സ്, ജിംബ്, ഉബുണ്ടു. ഇതിൽ ഏതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലാത്തത്? ഓപ്ഷൻ ബി ആണ്, ജിംബ് അല്ലെ. ഫോട്ടോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ ആണ് ഏത്? ജിംബ് എന്ന് പറയുന്നത്. വിൻഡോസ്, യൂണിക്സ്, ഉബുണ്ടു ഒക്കെ എന്താണ്? OS അല്ലെ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? IT ക്വസ്റ്റ്യൻസ് ആണ്. ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ ഫിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓപ്ഷൻ ബി ആണ്, വ്യക്തിഗത വിവരങ്ങൾ മോഷ്ടിക്കാൻ അക്രമകാരികൾ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ഏത്? ഫിഷിംഗ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൽ GK ക്വസ്റ്റ്യൻസ് ഉള്ളത്. ബാക്കി അവരുടെ ട്രേഡ് ക്വസ്റ്റ്യൻസ് ആണ്, അത് നമുക്ക് ആവശ്യമില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. അടുത്തത് ഒരു ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ICDS വകുപ്പിലേക്ക് നടത്തിയ ഒരു സൂപ്പർവൈസർ എന്ന് പറയുന്ന ഒരു തസ്തികയിലേക്ക് നടത്തിയത് കേട്ടോ. ഇത് ഡിഗ്രി ലെവലാണ്. കുറച്ച് ക്വസ്റ്റ്യൻസ് ടൈറ്റ് ഉണ്ടാവും ചിലപ്പോൾ. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ജാതീയമായ ഉച്ചനീചത്വങ്ങൾക്കെതിരെ വില്ലുവണ്ടി സമരം നടത്തിയ കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് ആരാ? വില്ലുവണ്ടി സമരം നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാ? ഓപ്ഷൻ ബി ആണ്, അയ്യങ്കാളി അല്ലെ. അയ്യങ്കാളിയാണ് എന്ത് ചെയ്തത്? വില്ലുവണ്ടി സമരം നടത്തിയത്. ഇനി രണ്ടാമത്തെ ചോദ്യം: 1839 കൽക്കട്ടയിൽ തത്വബോധിനി സഭ സ്ഥാപിച്ചതാരാണ്? ഇത് ഡിഗ്രി ലെവൽ ആയതുകൊണ്ട് മലയാളം ഉണ്ട്, അതിന്റെ പരിഭാഷയുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്: 1839 കൽക്കട്ടയിൽ തത്വബോധിനി സഭ സ്ഥാപിച്ചത് ആരാണ്? തത്വബോധിനി സഭ സ്ഥാപിച്ചത് ആരാ? ദേബേന്ദ്രനാഥ ടാഗോർ അല്ലെ. ധാരാ ദേബേന്ദ്രനാഥ ടാഗോർ ആണ്. 1839 കൽക്കത്തയിൽ തത്വബോധിനി സഭ സ്ഥാപിച്ചത് ആരാ? ദേബേന്ദ്രനാഥ ടാഗോർ ആണ്. ഇനി ഏത് സ്ഥലത്താണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആദ്യമായിട്ട് പൊട്ടിപ്പുറപ്പെട്ടത്? ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെയായിരുന്നു? ഓപ്ഷൻ സി ആണ്, എവിടെയാ? മീററ്റിൽ അല്ലെ. എവിടെയാ? മീററ്റിലാണ്. ഇനി ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ താഴെ തന്നിരിക്കുന്ന ഏത് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാ? അമേരിക്കൻ വിപ്ലവം, ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് ഏത്? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ അല്ലെ. ഫ്രഞ്ച് റവല്യൂഷനുമായി ബന്ധപ്പെട്ടതാണ് ഏത്? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് പറയുന്നത്. അഞ്ചാമത്തെ ചോദ്യം: ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിന്റെ നിലവിലെ അധ്യക്ഷനാരാ? നിലവിലെ ISROയുടെ ചെയർമാൻ ആരാണ്? ISROയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? ആരാ? ഡോക്ടർ വി നാരായണൻ അല്ലെ. ഡോക്ടർ വി നാരായണനാണ് നിലവിലെ ISROയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. ആറാമത്തെ ചോദ്യം: കേരള ഫോക്ലോർ അക്കാദമി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല എവിടെയാണ്? ഏത് ജില്ലയിലാണ് കേരള ഫോക്ലോർ അക്കാദമി സ്ഥിതി ചെയ്യുന്നത്? എവിടെയാ? കണ്ണൂരാട്ടോ. എവിടെയാ? കണ്ണൂരാണ്. ഇനി ഏഴാമത്തെ ചോദ്യം: 2022 ഫിഫ ലോകകപ്പ് ഫുട്ബോളിന്റെ ഫൈനലില് തോൽവി നേരിട്ട ടീം ഏത് രാജ്യത്തിന്റെയാണ്? 2022 ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലില് തോൽവി നേരിട്ട ടീം ഏത് രാജ്യത്തിൻ്റെതാണ്? ഏതായിരുന്നു? ആരൊക്കെയായിരുന്നു ഫൈനലിൽ? അർജന്റീനയും ഫ്രാൻസും ആയിരുന്നു. അർജന്റീനയാണ് ജയിച്ചത്. അപ്പോൾ തോറ്റത് ആരായിരിക്കും? ഫ്രാൻസ് ആണ് അല്ലെ. ഓപ്ഷൻ ബി ആണ്, ഫ്രാൻസ് ആണ്. ഇനി എട്ടാമത്തെ ചോദ്യം: മലയാളം മതി. അമ്പലമണി എന്ന കാവ്യസമാഹാരം ആരുടെ കൃതിയാണ്? അമ്പലമണി ആരുടെ കൃതിയായിരുന്നു? അമ്പലമണി എന്ന് പറയുന്നത് സുഗതകുമാരിയുടേതാട്ടോ. ഓപ്ഷൻ ഡി ആണ്, സുഗതകുമാരിയുടെ കവിതാ സമാഹാരമായിരുന്നു ഇത് അമ്പലമണി എന്ന് പറയുന്നത്. ഇനി തോന്നക്കൽ കുമാരനാശാൻ സ്മാരക ദേശീയ സാംസ്കാരിക കേന്ദ്രം സ്ഥാപിച്ച വർഷം ഏതാണ്? തോന്നക്കൽ കുമാരനാശാൻ സ്മാരക ദേശീയ സാംസ്കാരിക കേന്ദ്രം സ്ഥാപിച്ച വർഷം ഏതാണ്? ഓപ്ഷൻ എ ആണ്, 1958 ഇനി 2024 ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഡി ഗുഗേഷ് പരാജയപ്പെടുത്തിയത് ആരെയാണ്?
2024 ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഡി ഗുഗേഷ് പരാജയപ്പെടുത്തിയത് ആരെയായിരുന്നു? ഓപ്ഷൻ സി ആണ് ഡിൻ ലെറിന അല്ലെ. ഓപ്ഷൻ സി ആണ് ഡിൻ ലിറനെയാണ്. ഇനി ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ സ്ഥാനം ഏതാ? ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ സ്ഥാനം ചോദിച്ചാൽ ഏതാ? സുണ്ട ഡീപ്പാണ് അല്ലെ. സുണ്ട ഡീപ്പാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ സ്ഥാനം ഏതാ? സുണ്ട ഡീപ്പാണ്. ഇനി 12ാമത്തെ ചോദ്യം, ഉഷ്ണകാലത്ത് ഗംഗാ സമതലത്തിൽ വീശുന്ന ചൂട് കാറ്റ് ഏതാ? ഉഷ്ണകാലത്ത് ഗംഗാ സമതലത്തിൽ വീശുന്ന ചൂട് കാറ്റ് ഏതാ? ഓപ്ഷൻ ബി ആണ് ലൂ ആട്ടോ. ഏതാ? ലൂ ആണ്. ഇനി 13ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനവിസ്തീർണമുള്ളത് എവിടെയാണ്? തന്നിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനവിസ്തീർണം ഏത് സംസ്ഥാനമാണ്? ഏറ്റവും കൂടുതൽ വനവിസ്തീർണം മധ്യപ്രദേശിനാണ് അല്ലെ. ഓപ്ഷൻ സി ആണ് മധ്യപ്രദേശിനാണ്. 14ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായിട്ടുള്ള പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ ആണ് എവിടെയാ? മുതിരമ്പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി 15ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും മലിനമായ നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും മലിനമായ നദി ചോദിച്ചാൽ ഏതാ? കല്ലായിപ്പുഴയാട്ടോ. ഏതാ? കല്ലായിപ്പുഴ. അപ്പൊ ഇത് അപ്ഡേറ്റ് ചെയ്ത് പഠിച്ചോളൂ. പെരിയാറല്ല. കേരളത്തിലെ ഏറ്റവും മലിനമായ നദി ചോദിച്ചാൽ ഏതാ? കല്ലായിപ്പുഴയാണ്. ഇനി 16ാമത്തെ ചോദ്യം, താഴെ പറയുന്നവരിൽ നീതി ആയോഗിന്റെ ഇന്ത്യയിലെ പങ്ക് നന്നായി വിശദീകരിക്കുന്നത് ഏതാണ്? നീതി ആയോഗുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും ശരിയായ ഉത്തരം ഏതാന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. 1, നീതി ആയോഗ് ആസൂത്രണവും തീരുമാനങ്ങളും എടുക്കലും കേന്ദ്രീകരിക്കുന്നു. നയപരമായ കാര്യങ്ങളിൽ സംസ്ഥാനങ്ങളുടെ സ്വയം ഭരണാധികാരം കുറയ്ക്കുന്നു. 2ാമത്തെ പ്രസ്താവന, നീതി ആയോഗ് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും പ്രാദേശിക അസമത്വങ്ങളെ അവഗണിക്കുകയും ചെയ്യുന്നു. 3ാമത്തെ പ്രസ്താവന, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള സഹകരണം വളർത്തിയെടുക്കുന്നതിലൂടെ സംസ്ഥാന നിർദ്ദിഷ്ട നയങ്ങൾ രൂപീകരിക്കുന്നതിൽ നീതി ആയോഗ് സൗകര്യമൊരുക്കുന്നു. 4ാമത്തെ പ്രസ്താവന, വികസനത്തിൽ ഏകീകൃത ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാരുകളുമായിട്ട് ആലോചിക്കാതെ നയങ്ങൾ നടപ്പാക്കുന്നതിലാണ് നീതി ആയോഗിന്റെ പ്രഥമ ശ്രദ്ധ എന്ന് പറയുന്നത്. ഇതിലേതാണ് നീതി ആയോഗുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട്? ഏതാ ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ സി ആട്ടോ. ഓപ്ഷൻ സി ആണ്. അതായത് കേന്ദ്ര സർക്കാരുകൾ തമ്മിലുള്ള സഹകരണം വളർത്തിയെടുക്കുന്നതിലൂടെ സംസ്ഥാന നിർദ്ദിഷ്ട നയങ്ങൾ രൂപീകരിക്കുന്നതിന് നീതി ആയോഗ് സൗകര്യമൊരുക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ചോദ്യം, ഇനി പറയുന്നവയിൽ ഏതാണ് 1991 ഇന്ത്യയിലെ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ പ്രധാന സവിശേഷത അല്ലാത്തത്? ന്യൂ എക്കണോമിക് പോളിസിന്റെ പ്രധാന സവിശേഷത അല്ലാത്തത് ഏതാണ്? 1, വ്യാപാരത്തിന്റെയും നിക്ഷേപത്തിന്റെയും ഉദാരവൽക്കരണം. 2, പ്രധാന വ്യവസായങ്ങളുടെ ദേശസാൽക്കരണം. 3, ഇന്ത്യൻ രൂപയുടെ മൂല്യത്തകർച്ച. 4, സർക്കാർ ഉടമസ്ഥയിലുള്ള സംരംഭങ്ങളുടെ സ്വകാര്യവൽക്കരണം. ഇതിലേതാണ് പുത്തൻ സാമ്പത്തിക നയത്തിന്റെ പ്രധാന സവിശേഷത അല്ലാത്തത്? ഏതാ? പ്രധാന വ്യവസായങ്ങളുടെ ദേശസാൽക്കരണം എന്തുമായിട്ട് ബന്ധപ്പെട്ടതല്ല? പുത്തൻ സാമ്പത്തിക നയവുമായിട്ട് ബന്ധപ്പെട്ടതല്ല. ഇനി 18ാമത്തെ ചോദ്യം, ഗ്രാമീണ വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനും കാർഷിക ഗ്രാമീണ വ്യവസായങ്ങൾക്ക് വായ്പ നൽകാനുമായിട്ട് ഇന്ത്യയിൽ സ്ഥാപിതമായ ഒരു പ്രത്യേക ധനകാര്യ സ്ഥാപനമാണ് ഏതാ? നമുക്കറിയായിരിക്കും. ഏതാ? നബാർഡാണ് അല്ലെ. നബാർഡാണ്. കൂടുതൽ വായിക്കൊന്നും വേണ്ട. എന്തിനു വേണ്ടിയിട്ട്? ഗ്രാമീണ വികസനം പ്രോത്സാഹിപ്പിക്കാനും കാർഷിക ഗ്രാമീണ വ്യവസായങ്ങൾക്ക് വായ്പ നൽകാനുമായിട്ട് ഇന്ത്യയിൽ സ്ഥാപിതമായ പ്രത്യേക ധനകാര്യ സ്ഥാപനം ചോദിച്ചാൽ ഏതാ? നബാർഡാണ്. ഇനി 19ാമത്തെ ചോദ്യം, ഹരിത വിപ്ലവത്തെ കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരി അല്ലാത്തത്, തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. 1, ഹരിത വിപ്ലവം ഇന്ത്യൻ കാർഷിക മേഖലയിൽ അത്യുൽപാദന ശേഷിയുള്ള വിത്തുകളും രാസവളങ്ങളും കീടനാശികളും സ്വീകരിക്കുന്നതിലേക്ക് നയിച്ചു. 2, ഹരിത വിപ്ലവം പ്രാഥമികമായി ഊന്നൽ നൽകിയത് ജൈവ കൃഷി രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും കൃഷിയിൽ രാസവസ്തുക്കൾ കുറയ്ക്കാനുമാണ്. ഹരിത വിപ്ലവം ഗോതമ്പിന്റെയും അരിയുടെയും ഉൽപാദനത്തിൽ ഗണ്യമായ വർധനവിന് കാരണമായി. 4ാമത്തെ പ്രസ്താവന, ഹരിത വിപ്ലവം കാർഷിക ഉൽപാദന വർധനയ്ക്ക് കാരണമായി, എന്നാൽ സാങ്കേതിക വിദ്യയുടെയും ആനുകൂല്യങ്ങളുടെയും ലഭ്യതയിൽ പ്രാദേശിക അസമത്വങ്ങൾക്ക് കാരണമായി. ഇതിൽ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ഏതാന്ന് കണ്ടെത്തുക. ബന്ധപ്പെടാത്ത പ്രസ്താവന, ഹരിത വിപ്ലവം പ്രാഥമികമായി ഊന്നൽ നൽകിയത് ജൈവ കൃഷി രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും കൃഷിയിൽ രാസവസ്തുക്കൾ കുറയ്ക്കുന്നതിനുമാണ് എന്ന് പറയുന്നത് എന്താണ്? ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ടിട്ട് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്.
ഇനി 20ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് വിളയാണ് ഇന്ത്യയുടെ ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത്? ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് ഏതാ? ചണമ അല്ലെ? ചണമാണ്, അല്ലെങ്കിൽ ജൂട്ടാണ് എന്തെന്നറിയപ്പെടുന്നത്? ഗോൾഡൻ ഫൈബർ എന്ന് അറിയപ്പെടുന്നത്. 21ാമത്തെ ചോദ്യം, ഏത് സുപ്രധാന കേസിൽ വിധി പറയുമ്പോഴാണ് ഇന്ത്യൻ സുപ്രീം കോടതി മൗലികാവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും തമ്മിൽ വിരുദ്ധതയില്ല, ഒന്ന് മറ്റൊന്നിന് പൂരകമാണ് എന്ന് പരാമർശിച്ചത്? ഏത് സുപ്രധാന കേസിൽ വിധി പറയുമ്പോഴാണ് ഇന്ത്യൻ സുപ്രീം കോടതി മൗലികാവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും തമ്മിൽ വിരുദ്ധതയില്ല, ഒന്ന് മറ്റൊന്നിന് പൂരകമാണ് എന്ന് പരാമർശിച്ചത്? ഏതാ? ഓപ്ഷൻ ബി ആണ്, കേശവാനന്ദ ഭാരതി വേഴ്സസ് കേരളമാണ്. കേശവാനന്ദ ഭാരതി വേഴ്സസ് കേരളമാണ്. ഇനി 22ാമത്തെ ചോദ്യം, താർക്കുണ്ടെ കമ്മിറ്റി, ദിനേശ് ഗോസ്വാമി കമ്മിറ്റി, ഇന്ദ്രജിത്ത് ഗുപ്ത കമ്മിറ്റി എന്നീ കമ്മിറ്റികളെല്ലാം ഇന്ത്യയിലെ ഒരു സുപ്രധാന പ്രശ്നങ്ങളാണ് പഠന വിധേയമാക്കിയത്. ഈ കമ്മിറ്റികളെല്ലാം പൊതുവെ പരിശോധിച്ച അന്വേഷണ വിഷയം ഏതാണ്? താർക്കൊണ്ടെ കമ്മിറ്റി, ദിനേശ് ഗോസ്വാമി കമ്മിറ്റി, ഇന്ദ്രജിത്ത് ഗുപ്ത കമ്മിറ്റി എന്നീ കമ്മിറ്റികളെല്ലാം ഇന്ത്യയിലെ ഒരു സുപ്രധാന പ്രശ്നമാണ് പഠന വിധേയമാക്കിയത്. ഈ കമ്മിറ്റികളെല്ലാം പൊതുവെ പരിശോധിച്ച അന്വേഷണ വിഷയം ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ എ ആണ്, അതായത് ഇലക്ഷൻ ആയിരുന്നു കേട്ടോ. ഏതാ? ഇലക്ഷന്റെ പരിഷ്കാരങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് വന്ന കമ്മീഷനുകൾ ഓർത്തു വെച്ചു. താർക്കേണ്ട കമ്മിറ്റി, ദിനേശ് ഗോസ്വാമി കമ്മിറ്റി, ഇന്ദ്രജിത്ത് ഗുപ്ത കമ്മിറ്റി. ഇനി 23ാമത്തെ ചോദ്യം, മാൻഡമസ് റിട്ടുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. മാൻഡമസുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായിട്ടുള്ള പ്രസ്താവന. മാൻഡമസ് എന്ന പദം സാഹിത്യപരമായിട്ട് അർത്ഥമാക്കുന്നത് കൽപ്പന അല്ലെങ്കിൽ ആജ്ഞ എന്നാണ്. 2, മാൻഡമസ് സ്വകാര്യ വ്യക്തിക്കെതിരായിട്ട് പുറപ്പെടുവിക്കാനാവില്ല. 3, ഇന്ത്യൻ പ്രസിഡന്റിനെതിരായി മാൻഡമസ് പുറപ്പെടുവിക്കാം. 4, പൊതുകടമ നിർവഹിക്കാൻ വിസമ്മതിക്കുന്ന അധികാരികളോട് പ്രവൃത്തി നിർവഹണത്തിനായിട്ട് മാൻഡമസ് ഉപയോഗിക്കുന്നു. മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ? ഒന്നെന്താ പറഞ്ഞത്? മാൻഡമസ് എന്ന പദം സാഹിത്യപരമായിട്ട് അർത്ഥമാക്കുന്നത് എന്താ? ആജ്ഞാപിക്കുക അല്ലെങ്കിൽ കൽപ്പിക്കുക എന്ന് തന്നെയാണ്. മാൻഡമസ് സ്വകാര്യ വ്യക്തികൾക്ക് എതിരായിട്ട് പുറപ്പെടുവിക്കാൻ കഴിയില്ല. 3, ഇന്ത്യൻ പ്രസിഡന്റിനെതിരായിട്ട് മാൻഡമസ് പുറപ്പെടുവിക്കാം, ഒരിക്കലും പറ്റൂല, തെറ്റ്. 4, പൊതുകടമ നിർവഹിക്കാൻ വേണ്ടിയിട്ട് വിസമ്മതിക്കുന്ന അധികാരികളോട് പ്രവൃത്തി നിർവഹണത്തിനായിട്ട് മാൻഡമസ് ഉപയോഗിക്കുന്നു, അതും ശരിയാണ്. അപ്പോൾ 1, 2, 4 ശരിയാണ്, 3ാമത്തത് തെറ്റാണ്. ഇനി 24ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷന്റെ ചുമതലകളുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഇലക്ഷൻ കമ്മീഷന്റെ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1, വോട്ടർ പട്ടിക തയ്യാറാക്കുക, തിരഞ്ഞെടുപ്പ് തീയതികളും ഷെഡ്യൂളുകളും പ്രഖ്യാപിക്കുക, രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുക, പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രാഷ്ട്രപതിയെ ഉപദേശിക്കുക. തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ? ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് 1, വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് ആരാ? ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ്. തെരഞ്ഞെടുപ്പ് തീയതികളും ഷെഡ്യൂളുകൾക്ക് പ്രഖ്യാപിക്കുന്ന ഇലക്ഷൻ കമ്മീഷനാണ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്. പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രാഷ്ട്രപതി ഉപദേശിക്കുന്നതും ആര് തന്നെയാ? ഇലക്ഷൻ കമ്മീഷനാണ്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്തത് എവിടെയാ? പൂനെയാട്ടോ. എവിടെയാ? പൂനെയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്തത് പൂനെയിലാണ്. ഇനി കേരളത്തിലെ ഉത്തരവാദിത്ത ടൂറിസം പദ്ധതിയെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. 1, 2008 ഉത്തരവാദിത്ത ടൂറിസം പദ്ധതിക്ക് കേരളത്തിൽ തുടക്കം കുറിക്കുന്നത്. പ്രാദേശിക ജനങ്ങളുടെയും സമൂഹങ്ങളുടെയും ക്ഷേമവും മെച്ചപ്പെട്ട സാമ്പത്തിക നേട്ടങ്ങളും വളർത്തിയെടുക്കുക എന്നതാണ് ഉത്തരവാദിത്ത ടൂറിസത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. സാമൂഹികവും പരിസ്ഥിതികവും സാമ്പത്തികവുമായ 3 കാര്യങ്ങളാണ് ഈ പദ്ധതി പ്രാധാന്യം നൽകുന്നത്. 2013 കുമരകത്തെ ഉത്തരവാദിത്ത ടൂറിസം പദ്ധതിക്ക് യൂലിയസ് അവാർഡ് ലഭിച്ചു. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ? ഉത്തരവാദിത്ത ടൂറിസവുമായി ബന്ധപ്പെട്ട് 1ാമത്തത് 2008 ഉത്തരവാദിത്ത ടൂറിസം പദ്ധതിക്ക് കേരളത്തിൽ തുടക്കം കുറിക്കുന്നത്, ശരിയാണ്. പ്രാദേശിക ജനങ്ങളുടെയും സമൂഹങ്ങളുടെയും ക്ഷേമവും മെച്ചപ്പെട്ട സാമ്പത്തിക നേട്ടങ്ങളും വളർത്തിയെടുക്കുക എന്നതാണ് ഉത്തരവാദിത്ത ടൂറിസത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. സാമൂഹ്യവും പാരിസ്ഥിതികവും സാമ്പത്തികവുമായിട്ടുള്ള 3 കാര്യങ്ങളാണ് ഈ പദ്ധതി പ്രാധാന്യം നൽകുന്നത്. 2013 എന്ത് ചെയ്തു? കുമരകത്തെ ഉത്തരവാദിത്ത ടൂറിസം പദ്ധതിക്ക് യൂലിയസ് അവാർഡ് ലഭിച്ചു. 4 പ്രസ്താവനകളും ശരിയാണ്. 27ാമത്തെ ചോദ്യം, കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? കേരള സംസ്ഥാന
മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷൻ ചോദിച്ചാൽ ആരാ? ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ്. ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ്. ഇനി കേരള വികസന മാതൃകയെക്കുറിച്ചുള്ള താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഒന്ന്, കുറഞ്ഞ പ്രതിശീർഷ വരുമാനവുമായി ബന്ധപ്പെട്ട് പൊരുത്തപ്പെടുന്ന ഉയർന്ന ഭൗതിക ജീവിത നിലവാര സൂചകങ്ങളുടെ ഒരു കൂട്ടമാണ് കേരള വികസന മാതൃക. 2, അമർത്യ സെന്നും ജീൻ റസും തങ്ങളുടെ നിരവധി കൃതികളിലൂടെ കേരളത്തിന്റെ വികസന അനുഭവത്തെ വളരെ കാലമായിട്ട് പിന്തുണച്ചിട്ടുണ്ട്. 3, കേരളത്തിന്റെ സാമൂഹിക നേട്ടങ്ങൾക്ക് അടിസ്ഥാനമായ ഘടകം സാമൂഹിക നീതിയാണെന്ന് ജോൺ റാറ്റ്ക്ലിഫ് പ്രസ്താവിക്കുന്നു. 4, കേരള മോഡൽ ആവശ്യത്തിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചില്ലെന്നും ഇത് നിരവധി ആളുകളെ വിദേശത്തേക്ക് ജോലി ചെയ്യാൻ പ്രേരിപ്പിച്ചു എന്നുമാണ് പ്രധാനപ്പെട്ട വിമർശനം. ഇതിലേതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവന? കേരള മോഡൽ വികസനവുമായി ബന്ധപ്പെട്ടിട്ട് ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ഒന്നെന്താ പറഞ്ഞത്? കുറഞ്ഞ പ്രതിശീർഷ വരുമാനവുമായി പൊരുത്തപ്പെടുന്ന ഉയർന്ന ഭൗതിക ജീവിത നിലവാര സൂചകങ്ങളുടെ ഒരു കൂട്ടമാണ് കേരള വികസന മാതൃക എന്ന് പറഞ്ഞാൽ എന്താ? ശരിയാണ്. അമർത്യ സെന്നും ജീൻ റസും തങ്ങളുടെ നിരവധി കൃതികളിലൂടെ കേരളത്തിന്റെ വികസന അനുഭവത്തെ വളരെ കാലമായിട്ട് പിന്തുണച്ചിട്ടുണ്ട്. കേരളത്തിന്റെ സാമൂഹിക നേട്ടങ്ങൾക്ക് അടിസ്ഥാനമായ ഘടകം സാമൂഹിക നീതിയാണെന്ന് ജോൺ റാറ്റ്ക്ലിഫ് പ്രസ്താവിക്കുന്നു. കേരള മോഡൽ ആവശ്യത്തിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചില്ലെന്നും ഇത് നിരവധി ആളുകളെ വിദേശത്ത് ജോലി ചെയ്യാൻ പ്രേരിപ്പിച്ചുവെന്നാണ് പ്രധാനപ്പെട്ട വിമർശനം. എല്ലാം എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. 29ാമത്തെ ചോദ്യം, 2024 ഫോബ്സ് മാഗസിന്റെ ലോകത്തിലെ ഏറ്റവും മികച്ച ബാങ്കുകളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ഏക പ്രാദേശിക ഗ്രാമീണ ബാങ്ക് ഏതാണ്? ഫോബ്സ് മാഗസിന്റെ ലോകത്തിലെ ഏറ്റവും മികച്ച ബാങ്കുകളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ഏക പ്രാദേശിക ഗ്രാമീണ ബാങ്ക് ചോദിച്ചാൽ ഏതാ? കേരള ഗ്രാമീൺ ബാങ്ക് ആണ്. ഇനി 30ാമത്തെ ചോദ്യം, ഇനി പറയുന്ന ഓപ്ഷൻ ഒരു തരം സിസ്റ്റം സോഫ്റ്റ്വെയർ അല്ല, അതേതാണ്? തന്നിരിക്കുന്നതിൽ സിസ്റ്റം സോഫ്റ്റ്വെയർ അല്ലാത്തത് ഏതാന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് വിൻഡോസ് ഉണ്ട്, ലിങ്കർ ഉണ്ട്, MS Excel ഉണ്ട്, ലോഡർ ഉണ്ട്. ഇതില് പിന്നെ സിസ്റ്റം സോഫ്റ്റ്വെയർ അല്ലാത്തത് ഏതാ? ഓപ്ഷൻ സിയിലെ MS Excel. എന്താ MS Excel? പിന്നെ സിസ്റ്റം സോഫ്റ്റ്വെയർ അല്ല, ഏതാ? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അല്ലെ. അപ്പൊ അത് MS Excel ആണ് ഇതിൽ തെറ്റായിട്ടുള്ളത്. 31ാമത്തെ ചോദ്യം, തിരക്കും ഡാറ്റ കൂട്ടിയിടിയും തടയാൻ സഹായിക്കുന്ന ഉപകരണം ഏതാ? തിരക്കും ഡാറ്റ കൂട്ടിയിടിയും തടയാൻ സഹായിക്കുന്ന ഉപകരണം ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ ബി ആണ്, സ്വിച്ച് ആണ് കേട്ടോ. ഏതാ? സ്വിച്ച് ആണ്. ഇനി IT ആക്ട് 2000 നോട്ടിഫൈഡ് ഓൺ. IT ആക്ട് 2000 വിജ്ഞാപനം ചെയ്തത് എന്നാണ്? IT ആക്ട് 2000 വിജ്ഞാപനം ചെയ്തത് എന്നായിരുന്നു 17 ഒക്ടോബർ 2000 അല്ലെ. 17 ഒക്ടോബർ 2000 ആണ്. ഇനി ഏത് നഗരത്തിൽ നടന്ന ഗവേണൻസ് സംബന്ധിച്ച 27ാമത് ദേശീയ സമ്മേളനത്തിലാണ് 2024 ഗവേണൻസ് അവാർഡുകൾ ലഭിച്ചത്? ഏത് നഗരത്തിൽ നടന്ന ഗവേണൻസ് സംബന്ധിച്ച 27ാമത് ദേശീയ സമ്മേളനത്തിലാണ് 2024 ഗവേണൻസ് അവാർഡുകൾ ലഭിച്ചത്? ഏതാ? മുംബൈ ആട്ടോ. ഏതാ? മുംബൈ ആണ്. 34ാമത്തെ ചോദ്യം, 2005 വിവരാവകാശ നിയമം പ്രകാരമുള്ള ഇളവ് ഇനി പറയുന്നവയിൽ ഏതാണ്? 2005 വിവരാവകാശ നിയമം പ്രകാരമുള്ള ഇളവ് ഇനി പറയുന്നവയിൽ ഏതാണ്? സർക്കാർ വകുപ്പുകളിലെ സാമ്പത്തിക പ്രവേശന ക്ഷമത വർദ്ധിപ്പിക്കുന്ന വിവരങ്ങൾ, മന്ത്രിസഭാ യോഗങ്ങളിലെ ചർച്ചകളിലെ ബന്ധപ്പെട്ട വിവരങ്ങൾ, അന്വേഷണ പ്രക്രിയയെ തടസ്സപ്പെടുത്തുന്ന വിവരങ്ങൾ, ജഡ്ജിമാരുടെ നിയമത്തിന്റെ ജുഡീഷ്യൽ രേഖകൾ. ഇതിലേതാണ് 2005 വിവരാവകാശ നിയമം വഴി വെളിപ്പെടുത്തേണ്ടാത്തതായിട്ടുള്ളത്? ഏതാ? ഓപ്ഷൻ ബി ആണ്, മന്ത്രിസഭാ യോഗങ്ങളിലെ ചർച്ചകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്താണ്? കൊടുക്കേണ്ടതില്ല. ഓക്കെ, പിന്നെ വിവരാവകാശം വഴി കൊടുക്കേണ്ടതില്ല. ഇനി 35ാമത്തെ ചോദ്യം, ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരമുള്ള ഉപഭോക്താക്കളുടെ അവകാശത്തെ കൃത്യമായിട്ട് പ്രതിഫലിപ്പിക്കുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. അപ്പൊ അത് ഞാൻ ആൻസർ മാത്രം വായിച്ചുതരാം. ഓപ്ഷൻ സി ആണ്, വാങ്ങുന്നതിന് മുമ്പ് സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ ഗുണനിലവാരം, അളവ്, വില എന്നിവയെക്കുറിച്ച് അറിയാൻ ഉപഭോക്താവിന് അവകാശമുണ്ട് എന്നുള്ളതാണ് ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത്. വലിയ ക്വസ്റ്റ്യൻസ് ആണ്. ഇതിന്റെ ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യുക? ഗ്രൂപ്പിൽ ഇട്ടേക്കാം കേട്ടോ. 36ാമത്തെ ചോദ്യം, 1993 മനുഷ്യാവകാശ സംരക്ഷണത്തിന് കീഴിലുള്ള ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്മാരുടെ ഒരു പ്രവർത്തനത്തെ കൃത്യമായിട്ട് വിവരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ്?
ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. മനുഷ്യാവകാശ ലംഘനങ്ങൾ തടയുന്നതിനും മനുഷ്യാവകാശ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അവബോധം പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള നടപടികൾ NHRCക്ക് ശുപാർശ ചെയ്യാൻ കഴിയുന്നതാണ്. 37ാമത്തെ ചോദ്യം, 2012 ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണം നിയമത്തിന്റെ ഒരു വ്യവസ്ഥയെ ഇനി പറയുന്ന പ്രസ്താവനയിൽ കൃത്യമായിട്ട് പ്രതിഫലിപ്പിക്കുന്നത് ഏതാണ്? ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇരയായ കുട്ടികൾക്ക് അതിവേഗ നീതി ഉറപ്പാക്കാൻ എല്ലാ കേസുകളും ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ അന്വേഷിക്കുകയും വിചാരണ ചെയ്യുകയും ചെയ്യണമെന്ന് പോക്സോ നിയമം അനുശാസിക്കുന്നു. 38ാമത്തെ ചോദ്യം, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലെ സമീപകാല സംഭവ വികാസങ്ങളെ സംബന്ധിച്ച് സമകാലിക കാര്യങ്ങൾ എടുത്തു കാണിക്കുന്ന ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. വൈറ്റ് ഗുഡ്സിനായിട്ട് PLI സ്കീമിന് കീഴിൽ ഇന്ത്യൻ സർക്കാർ 24 കമ്പനികളെ തിരഞ്ഞെടുത്ത് 3516 കോടി രൂപയുടെ നിക്ഷേപവുമുണ്ട്. കുറച്ച് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. 39ാമത്തെ ചോദ്യം, ഇനി അങ്ങോട്ട് നമുക്ക് ആവശ്യമില്ല, ICDSുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഭാഗമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആട്ടോ.